ഇന്ന് ക്ലാസ് എൻ്റെ എടുത്തു. റിജിഡ് ബോഡി എന്താണെന്നാ നമ്മൾ പഠിച്ചത്? റിജിഡ് ബോഡിയുടെ കണ്ടന്റ് എന്താ പറഞ്ഞത്? പാർട്ടിക്കിൾസിന്റെ എങ്ങനെയായിരിക്കും പറഞ്ഞ? പാർട്ടിക്കിൾസിന്റെ സൈസും ഷേപ്പ് ഒക്കെ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. നമ്മളൊരു ഫോഴ്സ് കൊടുത്താലും ഒരു റിജിഡ് ബോഡിയുടെ പാർട്ടിക്കിൾസിന് വല്ല ചേഞ്ച് ഉണ്ടാവോ? മാസിന് വല്ല ചേഞ്ച് ഉണ്ടാവോ? ഇല്ല. മാസിനും ഷേപ്പിനും സൈസിനും ഒന്നും ചേഞ്ച് ഉണ്ടാവില്ല. പാർട്ടിക്കിൾസ് എല്ലാം എന്തായിരിക്കും? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അങ്ങനത്തെ ഒരു ബോഡിനെയാണ് നമ്മൾ എന്ത് പഠിച്ചത്? റിജിഡ് ബോഡി എന്ന് പഠിച്ചത്. ഇനി റിജിഡ് ബോഡിയുടെ മോഷനെ നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യും. ഏതൊക്കെയായിരുന്നു? റൊട്ടേഷണൽ മോഷൻ, ട്രാൻസ്ലേഷണൽ മോഷൻ, റോളിംഗ് മോഷൻ. റൊട്ടേഷണൽ ട്രാൻസ്ലേഷണൽ, റോളിംഗ്. ഇത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതായിരുന്നു. റൊട്ടേഷനിൽ എന്താ പറഞ്ഞേ? ഇപ്പൊ ഒരു ബോഡി ഇതാണെങ്കിൽ അതിന്റെ ആക്സിസ് ഇതായിരിക്കും. അപ്പൊ ആ പാർട്ടിക്കിൾസ് എല്ലാം ആ ഒരു ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ തന്നെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഇപ്പൊ ഒരു സർക്കുലർ പാത്ത്, നമ്മളിപ്പോ എന്താ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തന്നെ, ഇപ്പൊ ഫാൻ കറങ്ങുന്നതൊക്കെ കണ്ടിട്ടില്ലേ? അതേ ആ ഒരു മോഷനിൽ തന്നെ ആ പാർട്ടിക്കിൾസ് എല്ലാം ആ ഒരു സർക്കുലർ പാത്ത് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അപ്പൊ ആക്സിസ് നോക്കാനാണെങ്കിൽ ഇപ്പൊ സെന്ററിലാണെങ്കിൽ ആക്സിസ് എങ്കിൽ, ഇതാണ് ഇപ്പൊ ആക്സിസ് എങ്കിൽ ഇതിന് ചുറ്റും ഇങ്ങനെ കിടന്ന് സർക്കുലർ പാത്തിൽ ആ പാർട്ടിക്കിൾസ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? റൊട്ടേഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ. പിന്നെ ഓർക്കണല്ലേ, ഞാൻ പമ്പരത്തിന്റെ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞു തന്നില്ലേ? സിമെട്രിക് ടോപ്പ് അത് കറങ്ങുന്ന കണ്ടിട്ടില്ലേ? എങ്ങനെയായിരിക്കും? ഇപ്പൊ ഇങ്ങനെ നിൽക്കണമെങ്കിൽ ഇതിന് ചുറ്റും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ സിമെട്രിക് ടോപ്പ് എങ്ങനെയായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്? അവർ ആക്സിസിന് ചുറ്റും സർക്കുലർ പാത്തിൽ പാർട്ടിക്കിൾസ് റൊട്ടേറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, റൊട്ടേഷണൽ മോഷൻ ജസ്റ്റ് അതൊന്ന് ആ എക്സാമ്പിൾ ഓർത്താൽ മതി. പിന്നെ ട്രാൻസ്ലേഷൻ മോഷൻ പറഞ്ഞാൽ എങ്ങനെയാ? ഇപ്പൊ ഒരു ചരിഞ്ഞൊരു ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കുക, ഒരു ചരിഞ്ഞ ഒരു സർഫസിലായിരിക്കും ബോഡി ഇരിക്കുന്നത്. അവിടെയാണെങ്കിൽ ആ ബോഡി എങ്ങനെയായിരിക്കും റൊട്ടേറ്റ് ചെയ്ത് പോകുന്ന മോഷൻ എങ്ങനെയായിരിക്കും? ആ ബോഡിയുടെ ഇങ്ങനെ ആയിരിക്കും പോകുന്നത് അല്ലെ? സോറി, ഇത് സർക്കുലർ ബോഡി നോക്കണ്ട. ജസ്റ്റ് ഇപ്പൊ സാധാരണ ഒരു എന്തെങ്കിലും മാസമുള്ള ഒരു ഒബ്ജക്റ്റ് ആണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കും. അത് എങ്ങനെയായിരിക്കും മൂവ് ചെയ്യുന്നത്? ഇങ്ങനെ ഈ ഒരു ഡയറക്ഷനിലായിരിക്കും. ട്രാൻസ്ലേഷൻ ഒരു ചരിഞ്ഞായിരിക്കും അത് മൂവ് ചെയ്യുന്നത്. അതിന്റെ വെലോസിറ്റി ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി എങ്ങനെ തന്നെ ആയിരിക്കും? സെയിം തന്നെ ആയിരിക്കും. ഇപ്പൊ ഈ ഒരു ബോഡിക്ക് ഇവിടുത്തെ വെലോസിറ്റി ഡയറക്ഷൻ ഇങ്ങോട്ട് തന്നെ ആയിരിക്കില്ല. ഡയറക്ഷൻ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവോ? ഇല്ല. പക്ഷേ നമ്മൾ റൊട്ടേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ നോക്കിക്കേ, ആ പാർട്ടിക്കിൾസ് സർക്കുലർ മോഷനിലായിരിക്കും എന്നല്ലേ പറഞ്ഞത്? പാർട്ടിക്കിൾസ് ആക്സിസിന് ചുറ്റും സർക്കുലർ മോഷനിൽ റൊട്ടേറ്റ് ചെയ്യും. അപ്പൊ സർക്കുലർ മോഷനിലായിരിക്കുമ്പോ അതിന്റെ വെലോസിറ്റി ഡയറക്ഷൻ ചേഞ്ച് ചെയ്യില്ലേ? സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ഒക്കെ പഠിച്ചപ്പോ നമ്മൾ പഠിച്ചിട്ടില്ലേ? അതായത് ഇപ്പൊ ഒരു പാർട്ടിക്കിൾ സർക്കുലർ മോഷനിലാണെങ്കിൽ വെലോസിറ്റി എന്ത് ചെയ്യും? ഓരോ പോയിന്റിലും വെലോസിറ്റി ഡയറക്ഷൻ എന്ത് ചെയ്തോണ്ടിരിക്കും? ചേഞ്ച് ചെയ്തോണ്ടിരിക്കും. ഒരു പാർട്ടിക്കിള് സർക്കുലർ മോഷനിലാകുമ്പോ അതിന്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എപ്പോഴും എന്ത് ചെയ്തോണ്ടിരിക്കും? ചേഞ്ച് ചെയ്തോണ്ടിരിക്കും അല്ലെ? അപ്പൊ റൊട്ടേഷണൽ മോഷനിലായിരിക്കുമ്പോ ആ പാർട്ടിക്കിളിന്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എപ്പോഴും എന്ത് ചെയ്തോണ്ടിരിക്കും? ചേഞ്ച് ചെയ്തോണ്ടിരിക്കും. പക്ഷെ ട്രാൻസ്ലേഷണൽ മോഷനിലാവുമ്പോഴത്തേക്കും ഒരു ബോഡി ഒരു ചെരിഞ്ഞ സർഫസിൽ കൂടി മൂവ് ചെയ്യുന്നു. അപ്പൊ വെലോസിറ്റി എന്തായിരിക്കും? വെലോസിറ്റി ഡയറക്ഷനിൽ ചേഞ്ച് എന്തെങ്കിലും ഉണ്ടാവോ? ഇല്ല. ഈ ഒരു ഡയറക്ഷനിൽ തന്നെയല്ലേ അതിന് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. സെയിം ഡയറക്ഷനിൽ പോയിക്കൊണ്ടിരിക്കും. ഇനി റോളിംഗ് എന്ന് പറയുമ്പോൾ ഇത്ര എഴുതിയാൽ മതി: ട്രാൻസ്ലേഷൻ പ്ലസ് റൊട്ടേഷൻ, റൊട്ടേഷണൽ മോഷൻ പ്ലസ് ട്രാൻസ്ലേഷണൽ മോഷൻ. ട്രാൻസ്ലേഷനും റൊട്ടേഷനും കൂടി വരുന്ന ഒരു മോഷനെ നമ്മൾ പറയുന്ന പേരാണ് റോളിംഗ്. ഇതൊക്കെ ജസ്റ്റ് തിയറി മാത്രം നോക്കി വെച്ചാൽ മതിയെ. റോളിംഗ് എന്ന് പറയുമ്പോൾ ഇതേ സെയിം സർഫസ് ഒന്ന് കൺസിഡർ ചെയ്യാം. ഇവിടെ ഒരു ബോൾ ആണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. അത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും വരുന്നത്? അവിടെ റൊട്ടേഷണൽ മോഷനും വരും പ്ലസ് ട്രാൻസ്ലേഷൻ. ഒരു ചരിഞ്ഞ സർഫസിൽ കൂടി ഒരു ബോൾ ഉരുണ്ട് വരുന്നോന്ന് ആലോചിച്ച് നോക്കിയേ. അതെങ്ങനെയായിരിക്കും ബോള് ഉരുണ്ട്? അതായത് അതിന്റെ പാർട്ടിക്കിൾസ് സർക്കുലർ മോഷനിലായിരിക്കും പ്ലസ് ട്രാൻസ്ലേഷൻ മോഷനിലും ആയിരിക്കും അല്ലെ? സർക്കുലർ മോഷനിൽ റൊട്ടേറ്റ് ചെയ്ത് അത് ട്രാൻസ്ലേഷൻ മോഷനിൽ വരുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? റോളിംഗ് എന്ന് പറയാം. റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ എന്താ ആലോചിക്കുക? പാർട്ടിക്കിൾസ് എല്ലാം സർക്കുലർ മോഷനിലായിരിക്കും. മറ്റേതെന്ന് പറയുമ്പോൾ സാധാരണ മോഷൻ തന്നെ, പക്ഷെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. കമ്പയർഡ് ടു റൊട്ടേഷണൽ, ഇവിടെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്ത് ചെയ്തോണ്ടിരിക്കും? എല്ലാ പോയിന്റിലും ചേഞ്ച് ചെയ്തോണ്ടിരിക്കും. ഒരു പാർട്ടിക്കിൾ റൊട്ടേഷനിലാകുമ്പോ എന്താ സംഭവിക്കുക? സർക്കുലർ മോഷനിൽ ഇരിക്കുമ്പോൾ ആ പാർട്ടിക്കിൾ ഇപ്പൊ നോക്കിക്കേ, ഇതൊരു ആക്സിസ് ആണെങ്കിൽ സർക്കുലർ മോഷൻ ആണെന്ന് വിചാരിക്കും. ഒരു പാർട്ടിക്കിൾ സർക്കുലർ മോഷന് ഇപ്പൊ ഇതാണ് ഒരു ആക്സിസ് എങ്കിൽ ഇതിന് ചുറ്റും ഈ പാർട്ടിക്കിൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം. നിങ്ങൾ ശരിക്കും ഇമാജിൻ ചെയ്ത് നോക്കുക. ഇപ്പൊ ഇതാണ് ഒരു ആക്സിസ് എങ്കിൽ ഇതിന് ചുറ്റും പാർട്ടിക്കിൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തോണ്ടിരിക്കണേ. അതാണ് ഞാൻ ഈ സർക്കിളായിട്ട് വരച്ച് കാണിച്ചേക്കണം. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തോണ്ടിരിക്കണേ എന്ന് വിചാരിക്കും. ഓരോ പോയിന്റിലും അതിന്റെ വെലോസിറ്റി ഡയറക്ഷൻ വേണമെങ്കിൽ അതിന് ഇങ്ങോട്ട് മൂവ് ചെയ്യാം, ഇങ്ങോട്ട് മൂവ് ചെയ്യാം. ഓരോ പോയിന്റിലും അതിന്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്ത് ചെയ്തോണ്ടിരിക്കും?
ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ട്രാൻസ്ലേഷൻ നോക്കാനാണെങ്കിൽ ഈ ഒരു പാർട്ടിക്കിളിന് ഒറ്റ ഡയറക്ഷനിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. സർക്കുലർ മോഷൻ അല്ല ട്രാൻസ്ലേഷൻ. അത് പറയുമ്പോൾ തന്നെ ഓർക്കുക, ഒരു ചരിഞ്ഞ മോഷനെയാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയാം. പിന്നെ റോളിംഗ് എന്ന് പറയുമ്പോൾ എന്ത് ഓർക്കുക, രണ്ടും വരും. ന്യൂമറിക്കൽസ് ചെയ്യുമ്പോൾ ആലോചിച്ച് നോക്കുക, റോളിംഗ് മോഷൻ എന്ന് പറയുമ്പോൾ അവിടെ റൊട്ടേഷണൽ മോഷനും വരും, എന്തും വരും, ട്രാൻസ്ലേഷനും വരും. ഓക്കെ, ഇനി എഴുതിക്കോ കേട്ടോ, നോട്ട് എഴുതിക്കോ. റൊട്ടേഷണൽ മോഷൻ, മോഷൻ ഓഫ് റിജിഡ് ബോഡി എന്ന് എഴുതിയിട്ട് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തു കേട്ടോ. മോഷൻ ഓഫ് റിജിഡ് ബോഡി, മോഷൻ ഓഫ് റിജിഡ് ബോഡി, റൊട്ടേഷണൽ മോഷൻ, ട്രാൻസ്ലേഷണൽ മോഷൻ, റോളിംഗ് മോഷൻ. റൊട്ടേഷണൽ മോഷൻ ആനന്ദേ കേൾക്കുന്നുണ്ടോ? പറയുന്നത് കേൾക്കുന്നുണ്ടോ? അവന്റെ മൈക്കും വർക്ക് ചെയ്യലടാ. ആനന്ദിന്റെ ഒന്നും വർക്ക് ചെയ്യണമെന്ന് തോന്നിപ്പോ. ഓക്കെ, എഴുതിക്കോട്ടാ, മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യണേ. A body is said to be rotational motion. A body is said to be rotational motion. A body is said to be ഇപ്പൊ കേറിയിരിക്കുന്ന ആരാണ്? പ്രജീനാണോ? ക്യാമറ ഓൺ ചെയ്തോട്ടാടാ. Okay, particle is said to be rotational motion if all the particles of the body moves in circles. A body is said to be rotational motion. All the particles of the body moves in circle. The centers of which moves in circle. All the particles of the body. Clear alle Prajina? എടാ, ഇത് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആയി 7th ചാപ്റ്റർ ആയേ. 7th അല്ലേ? 6th ആണോ? ആ, ഫിസിക്കൽ വേൾഡ് ഡെലീറ്റഡ് അല്ലേ? അപ്പൊ 6th ചാപ്റ്റർ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് തുടങ്ങിയതേ ഉള്ള ചാപ്റ്റർ. ഓക്കെ, നമ്മള് കുറെ പേര് ലോസ് ഓഫ് മോഷൻ കഴിഞ്ഞിട്ട് പിന്നെ കണ്ടിട്ടില്ലല്ലോ. അല്ലടാ, ലോസ് ഓഫ് മോഷൻ കഴിഞ്ഞിട്ട് വർക്ക് എനർജിക്ക് നിങ്ങൾ ക്ലാസ്സിൽ വന്നിട്ടുണ്ടാ? ഫുൾ ഓൺലൈൻ ആയിരുന്നില്ലേ? ആ, നന്നായി. ഓക്കെ, അവിടെ വരെ എഴുതി നമ്മള്. സെന്റേഴ്സ് ഓഫ് വിച്ച് ലൈസ് ഇൻ എ സ്ട്രൈറ്റ് ലൈൻ കോൾഡ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ആക്സിസ് ഏതാന്ന് മനസ്സിലായല്ല? ഇപ്പൊ ഞാൻ ഈ വരച്ച് കാണിച്ചില്ലേ, അതാണ് ആക്സിസ്. അതായത് ഇങ്ങനെ ഒരു ആക്സിസ് ഉണ്ടെങ്കിൽ അതിന് ചുറ്റും പാർട്ടിക്കിൾ റൊട്ടേറ്റ് ചെയ്തോണ്ടിരിക്കും. ഓക്കെ, സെന്റേഴ്സ് ഓഫ് വിച്ച് ലൈസ് ഇൻ എ സ്ട്രൈറ്റ് ലൈൻ ഈസ് കോൾഡ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അപ്പൊ ഇത്ര ഓർത്താൽ മതി. റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുമ്പോൾ പാർട്ടിക്കിൾസ് എല്ലാം എങ്ങനെയായിരിക്കും? സർക്കുലാർ മോഷനിലായിരിക്കും. ഓൾ ദ പാർട്ടിക്കിൾസ് ഓഫ് ദ ബോഡി മൂവ്സ് ഇൻ എ സർക്കിൾ. ഒരു സർക്കുലാർ പാത്തിൽ മൂവ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? റൊട്ടേഷണൽ മോഷൻ എന്ന് പറയാം. ട്രാൻസ്ലേഷൻ എന്ന് എഴുതിയിട്ട് ജസ്റ്റ് വെലോസിറ്റിയുടെ കാര്യം മാത്രം പറഞ്ഞാൽ മതി. അത് ക്ലാസിഫൈ ചെയ്യണമെന്ന് നോക്കിയാൽ മതി. അവൻ ഇപ്പോഴേ പറഞ്ഞല്ലേ ട്രാൻസ്ലേഷണൽ മോഷൻ. Here the direction of velocity. എവിടെ വരെ എത്തി? Centers of which lies in a straight line. Axis of rotation പറഞ്ഞില്ലേ? Straight line, axis of rotation. Translation motion. Here the direction of velocity is constant. അടുത്ത ടോപ്പിക്കോട്ട് എഴുതിക്കോട്ടെ പ്രസീന. അടുത്തോട്ട് പറയാവേ. എന്തു പറ്റി? കഴിഞ്ഞ ക്ലാസ്സിലൊന്നും വന്നില്ലല്ലോ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വരാൻ നോക്കട്ടാ. എഴുതിയ ട്രാൻസ്ലേഷൻ എഴുതിയ. Here the direction of velocity is constant, but in rotational motion
റൊട്ടേഷണലിന്റെ കാര്യം കൂടി എഴുതിക്കോ ഇതിൽ. ബട്ട് ഇൻ റൊട്ടേഷണൽ മോഷൻ velocity is changes at every point. Velocity is changes at every point. Direction of velocity is constant, but in rotational motion, velocity is changes at every point. റോളിംഗ് മോഷൻ എഴുതി കൊടുത്തത് ഫിഗർ വേണമെങ്കിൽ ജസ്റ്റ് സൈഡിലൊന്ന് വരച്ചിട്ടോ, ടെക്സ്റ്റിലും കൊടുത്തിട്ടുണ്ടോ എന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ഇത് വരച്ചിട്ടോട്ടാ. റോളിംഗ്, ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് റൊട്ടേഷണൽ ആൻഡ് ട്രാൻസ്ലേഷണൽ മോഷൻ. റോളിംഗ് മോഷൻ, ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് റൊട്ടേഷണൽ ആൻഡ് ട്രാൻസ്ലേഷണൽ മോഷൻ. ഏതാണ്? ട്രാൻസ്ലേഷൻ ആണോ? അല്ല, റോളിംഗ്. റോളിംഗ് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് റൊട്ടേഷണൽ ആൻഡ് ട്രാൻസ്ലേഷണൽ മോഷൻ. അത്രയും മതി. അതൊന്ന് ആലോചിച്ച് എഴുതണോട്ടോ. എഴുതുമ്പോൾ അത് എങ്ങനെയാ വന്നേക്കണേന്ന് ഓർക്കണേ. അവിടെ റോളിംഗ് എന്ന് പറയുമ്പോൾ റോൾ ചെയ്യണേണ് അല്ലെ, ബോഡി റോൾ ചെയ്തിട്ട് പക്ഷെ ഒരു ചരിഞ്ഞ സർഫസിൽ കൂടെ പോവാന്ന് വിചാരിക്കുമ്പോ ഇവിടെ രണ്ടും വരും, റൊട്ടേഷനിലും വരും ട്രാൻസ്ലേഷനും വരും. എന്ത് പറ്റി? എന്തോ ഒരു സങ്കടം. ഓക്കെ, അടുത്തത് സെന്റർ ഓഫ് മാസ്. സെന്റർ ഓഫ് മാസും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു, ഓർമ്മയുണ്ടോ? സെന്റർ ഓഫ് മാസ് എന്താ? ഒരു ബോഡിയുടെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്തവർ ശ്രദ്ധിച്ച, സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് എന്താ? ഒരു ബോഡിയുടെ മാസ് എല്ലാം കൂടി ഒരു പോയിന്റിൽ കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞത്. ഇപ്പൊ എന്നാണ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞത്? ഞാൻ ഇനി എത്രത്തോളം പിടിച്ചാൽ വരും എന്ന് എനിക്കറിയില്ല. ഞാൻ പിടിച്ചാൽ ശരിയാവൂല. എന്താ ഇപ്പൊ എക്സാമ്പിൾ നോക്കാനാണെങ്കിൽ ഇതാണ് ഇതിന്റെ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പെന്നിന്റെ എല്ലാ മാസും ആ ഒരു പോയിന്റിൽ കോൺസെൻട്രേറ്റഡ് ആണ്. അപ്പൊ നമുക്ക് ഇത് ഈ പോയിന്റിൽ എന്തെന്ന് പറയാം? സെന്റർ ഓഫ് മാസ് എന്ന് പറയാം. കറക്റ്റ്. ഇപ്പൊ ഇതിന്റെ ഏകദേശം സെന്ററിലായിട്ട് വരും, പക്ഷെ എല്ലാ ബോഡിയുടെ സെന്ററിലായിട്ട് വരണമെന്നില്ല. ഇപ്പൊ ഞാൻ ഇവിടെയാണ് ഇത് വെക്കുന്നതെങ്കിൽ ഇത് കറക്റ്റ് ആയിട്ട് നിൽക്കുമോ? കറക്റ്റ് ആയിട്ട് ഇത് ഇക്വിലിബ്രിയം പൊസിഷനിൽ നിൽക്കുമോ? ഇതിപ്പോ കറക്റ്റ് നിന്ന്. അപ്പൊ കറക്റ്റ് ഏത് പോയിന്റിലാണോ നിൽക്കുന്നത് അതിനെ നമുക്ക് എന്തെന്ന് പറയാം? സെന്റർ ഓഫ് മാസ് എന്ന് പറയാം. അപ്പൊ സെന്റർ ഓഫ് മാസ് ഇസ് ദ പോയിന്റ് വേർ ഓൾ മാസ് ഓഫ് ദ ബോഡി ഈസ് കോൺസെൻട്രേറ്റഡ്. ഈ പെന്നിന്റെ എല്ലാ മാസും കൂടി ആ ഒരു പോയിന്റിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം? അതാണ് സെന്റർ ഓഫ് മാസ് എന്ന് പറയാം. അപ്പൊ സെന്റർ ഓഫ് മാസ് എഴുതിക്കോ. സെന്റർ ഓഫ് മാസ് ഇസ് ദ പോയിന്റ്. സെന്റർ ഓഫ് മാസ് ഇസ് ദ പോയിന്റ് center of mass is the point where all mass of the body 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 is assumed to be constant, is assumed to be concentrated. Is assumed to be concentrated. ആ ഒരു പോയിന്റിലായിരിക്കും ആ എൻറ്റയർ ബോഡിയുടെ മാസ് എന്ത് ചെയ്തിരിക്കുന്നത്? കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെന്റർ ഓഫ് മാസ്. പ്രജീനക്ക് കിട്ടിയ സെന്റർ ഓഫ് മാസ് എന്താന്ന് കിട്ടിയ? അപ്പൊ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് എന്താ? ഈ പെണ്ണ് തന്നെ ആലോചിച്ചാൽ മതി. ഇപ്പൊ പെണ്ണ് കണ്ട സ്ട്രൈറ്റ് ആയിട്ട് അനങ്ങാതെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ ഒരു പോയിന്റിൽ അതിന്റെ എല്ലാ മാസും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ സെന്റർ ഓഫ് മാസ് ഇസ് ദ പോയിന്റ് വേർ ഓൾ മാസ് ഓഫ് ദ ബോഡി ഈസ് കോൺസെൻട്രേറ്റഡ്. എഴുതിയ ഒരു പോയിന്റ് കൂടെ എഴുതിട്ട് ആൻഡ് വേർ കോൺസെൻട്രേറ്റഡ് and were the resultant of all external force act and were the resultant of all external force act and were the resultant of all external force act. ആ ഒരു പോയിന്റിലേക്കായിരിക്കും റിസൾട്ടന്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ആ ബോഡിയുടെ എല്ലാ മാസും. പെന്നിന്റെ കേസ് മാത്രമല്ല കേട്ടോ, ഏത് ബോഡി എടുത്താലും അതിനൊരു സെന്റർ ഓഫ് മാസ് ഉണ്ടാവും. ഇതിപ്പോ നമുക്കിപ്പോ ഒരു പെൻ അല്ലെങ്കിൽ ഒരു സ്കെയിൽ എടുത്ത് നോക്കിക്കേ. സ്കെയിലൊക്കെ ആവുമ്പോൾ നമുക്ക് ഏകദേശം എവിടെയാന്ന് പറയാൻ പറ്റും? സ്കെയിൽ ഉണ്ടാകേലും സ്കെയിൽ എടുത്ത് നോക്കി കഴിയുമ്പോൾ സ്കെയിലിൽ നമുക്കിപ്പോ ഏകദേശം മനസ്സിലാവും ഏകദേശം എവിടെയായിട്ട് വരും സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. ഏകദേശം സെന്ററിലായിട്ട് നമ്മൾ പിടിച്ചു കഴിയുമ്പോൾ നിൽക്കും അല്ലെ?
ഇതൊക്കെ ഏകദേശം ഇതിന്റെ ഈ സ്കെയിലിന്റെ സെന്ററിലായിട്ട് വരും ഇതിന്റെ സെന്റർ ഓഫ് മാസ് എന്ന് നമുക്ക് പറയാം. പക്ഷെ എല്ലാ ബോഡിയും സെന്ററിലായിട്ട് വരണമെന്നുണ്ടാ. അപ്പൊ സ്കെയിൽ പിടിക്കുമ്പോൾ ഏകദേശം സെന്ററിലായിട്ട് വരും ഇതിന്റെ സെന്റർ ഓഫ് മാസ്. പെന്ന് ഞാൻ പിടിച്ചപ്പോഴും ഏകദേശം വന്നു. എല്ലാ ബോഡി സെന്ററിൽ തന്നെ വരുന്നൊന്നുമില്ലല്ലോ. സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താ? ബോഡിയുടെ സെന്ററിലുള്ള പോയിന്റ് എന്നല്ല ഉദ്ദേശിക്കുന്നത്. എന്താണ്? ആ ബോഡിയുടെ എൻറ്റയർ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു പോയിന്റിൽ നമുക്ക് എന്തെന്ന് പറയാം? സെന്റർ ഓഫ് മാസ് എന്ന് പറയാം. ഇനി നമുക്ക് സെന്റർ ഓഫ് മാസിന്റെ ഇക്വേഷൻ ആണ് വേണ്ടത്. ജസ്റ്റ് പഠിക്കാനുള്ള ഡെറിവേഷൻ ആയിട്ടൊന്നും ചെയ്യാനില്ല. ഇതൊരു എക്സ് ആക്സിസ്, ഇതൊരു വൈ ആക്സിസ് ആണെന്ന് വിചാരിക്കാം. എക്സ് ആക്സിസ്, വൈ ആക്സിസ്. ഇപ്പൊ ഒരു പാർട്ടിക്കിളിന്റെ മാസ് m1 കൺസിഡർ ചെയ്ത് ഇവിടെ ഒരു പാർട്ടിക്കിൾ കൺസിഡർ ചെയ്ത് അതിന്റെ മാസ് m2. ശ്രദ്ധിക്കണം, ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. ജസ്റ്റ് ശ്രദ്ധിക്കണം കേട്ടോ. ഒരു XY പ്ലെയിൻ കൺസിഡർ ചെയ്ത് ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ടെന്ന് വിചാരിക്കുക, അതിന്റെ മാസ് m1. ഇവിടെ അടുത്തൊരു പാർട്ടിക്കിൾ ഉണ്ട്, അതിന്റെ മാസ് m2. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരയ്ക്കുന്ന ഇതിനെ നമ്മൾ പറയുന്ന പേരെന്താ? ഈ ഒരു ലൈൻ നമ്മൾ ഇങ്ങനെ വരയ്ക്കില്ല, അതിനെ നമ്മൾ പറയുന്ന പേരെന്താ? പൊസിഷൻ വെക്ടർ. എന്താണ്? പൊസിഷൻ വെക്ടർ. എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പൊസിഷൻ വെക്ടർ. അപ്പൊ പൊസിഷൻ വെക്ടർ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് r1 എന്ന് പറഞ്ഞ് ഞാനിത് കൊടുത്ത് m1ലേക്കുള്ള, അതായത് ഒറിജിൻ. ഇതെന്താണ്? ഒറിജിനിൽ നിന്ന്, അതായത് ഒരു XY പ്ലെയിൻ നമ്മൾ കൺസിഡർ ചെയ്ത്. XY പ്ലെയിൻ എന്ന് പറയുമ്പോൾ എന്ത് പ്ലെയിനും ആയിക്കോട്ടെ, ഒരു എക്സും ഒരു വൈയും ഉള്ള XY പ്ലെയിൻ, 2 ഡയമെൻഷൻ പ്ലെയിൻ നമ്മൾ കൺസിഡർ ചെയ്തെന്ന് വിചാരിക്കുക. സ്ട്രെയിറ്റ് ലൈൻ 1 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ എന്താ മീൻ ചെയ്യുന്നത്? സ്ട്രെയിറ്റ് ലൈൻ അല്ലെ. 2 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ 2 ആക്സിസ് വന്നിട്ടുള്ള നമ്മളൊരു പ്ലെയിൻ കൺസിഡർ ചെയ്ത് ആ ഒരു പ്ലെയിനിൽ എക്സും വൈയും വരുന്ന ഒരു പ്ലെയിനിന്റെ ഉള്ളിൽ ഒരു പാർട്ടിക്കിളിന്റെ മാസ് m1 കൺസിഡർ ചെയ്ത് അടുത്ത പാർട്ടിക്കിളിന്റെ മാസ് m2 കൺസിഡർ ചെയ്യും. അപ്പൊ ഇതെന്താ? ഒറിജിനിൽ നിന്ന് ഈ m1ലേക്ക്, അതായത് ഒറിജിനിൽ നിന്ന് ഈ ഫസ്റ്റ് പാർട്ടിക്കിളിന്റെ മാസിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? r1 ആയിട്ട് എടുത്ത്. ഇനി ഒറിജിനിൽ നിന്ന് m2 എന്ന് പറയുന്ന അടുത്ത പാർട്ടിക്കിളിന്റെ മാസാണ്. m1 ബി ദ മാസ് ഓഫ് ഫസ്റ്റ് പാർട്ടിക്കിൾ and m2 be the mass of second particle. അപ്പൊ ഒറിജിനിൽ നിന്ന് സെക്കൻഡ് പാർട്ടിക്കിളിലേക്കുള്ള ഡിസ്റ്റൻസ് ഞാൻ r2 ആയിട്ട് എടുത്ത്. ഓക്കെ, r2 ആയിട്ട് എടുത്ത്. ഇത് 2 പാർട്ടിക്കിൾ ആണെന്നല്ലേ പറഞ്ഞേക്കണം. അപ്പൊ ഈ 2 പാർട്ടിക്കിളിന്റെ ഇടക്ക് നടുക്കായിട്ട് ഇപ്പൊ ഞാൻ നോക്കിക്കേ, ഈ പെന്ന് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പാർട്ടിക്കിൾ, പെൻ എന്ന് പറയുമ്പോൾ ഒരു റിജിഡ് ബോഡിയാണെന്ന് വിചാരിക്കുക. റിജിഡ് ബോഡിയിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ടാവും? കുറെ പാർട്ടിക്കിൾസ് ഉണ്ടാവില്ല. അതുപോലെ ഞാനിവിടെ കൺസിഡർ ചെയ്തേക്കുന്ന 2 പാർട്ടിക്കിൾസ് ആണ് കൺസിഡർ ചെയ്തേക്കുന്നത് അല്ലെ. അപ്പൊ പാർട്ടിക്കിൾസ്, അപ്പൊ ഈ പാർട്ടിക്കിൾസിന്റെ ഏകദേശം ഇതിന്റെ നമുക്കിപ്പോ പെന്നിന്റെ കാര്യത്തിൽ നമുക്ക് ഏകദേശം സെന്ററിലായിട്ടല്ലേ എന്ത് കിട്ടിയത്? സെന്റർ ഓഫ് മാസ് കിട്ടിയത്. അപ്പൊ ഈ 2 പാർട്ടിക്കിളിന്റെ നടുക്കായിട്ട് എനിക്ക് ഇപ്പൊ ഏകദേശം ഞാൻ സെന്റർ ഓഫ് മാസ് മാർക്ക് ചെയ്യണേ. സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ എന്താണ്? ഈ 2 ഇത് പാർട്ടിക്കിൾ ആണ്, ബോഡി അല്ല, പാർട്ടിക്കിൾ ആണ്. അപ്പൊ ഈ പെന്നിൽ തന്നെ എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്? കുറെ പാർട്ടിക്കിൾസ് ഇല്ലേ. റിജിഡ് ബോഡി എന്ന് പറയുമ്പോൾ എന്താ മീൻ ചെയ്യുന്നത്? ഡിസ്റ്റൻസ് എല്ലാം സെയിം ആയിരിക്കും, സൈസും ഷേപ്പും സെയിം ആയിരിക്കുന്ന ഒരു ബോഡി. അപ്പൊ റിജിഡ് ബോഡിയിൽ തന്നെ കുറെ പാർട്ടിക്കിൾസ് ഉണ്ടാവും. അപ്പൊ അതുപോലെ 2 പാർട്ടിക്കിൾസ് ആണ് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്തേക്കുന്നത്. അപ്പൊ ഫസ്റ്റ് പാർട്ടിക്കിളിന്റെ മാസ് m1, സെക്കൻഡ് പാർട്ടിക്കിളിന്റെ മാസ് m2. ഒറിജിനിൽ നിന്ന് ഫസ്റ്റ് പാർട്ടിക്കിളിലേക്കുള്ള ഡിസ്റ്റൻസ് r1 ആയിട്ട് എടുത്ത്, അല്ലെങ്കിൽ പൊസിഷൻ വെക്ടർ r1 എന്ന് പറയാം. സെക്കൻഡ് പാർട്ടിക്കിളിലേക്കുള്ള ഡിസ്റ്റൻസ് r2 ആയിട്ട് എടുത്ത്. ഇനി ഈ 2 പാർട്ടിക്കിളിന്റെ സെന്റർ ഓഫ് മാസ് എന്ന് പറയുമ്പോൾ ഏകദേശം ഞാൻ സെന്ററിലായിട്ട് മാർക്ക് ചെയ്യണം. എനിക്ക് അറിയത്തില്ല, ഏകദേശം സെന്ററിലായിട്ട് ഞാൻ മാർക്ക് ചെയ്ത് സെന്റർ ഓഫ് മാസ് cm എന്ന് എഴുതി. സെന്റർ ഓഫ് മാസ് cm. ഇനി ഒറിജിനിൽ നിന്ന് സെന്റർ ഓഫ് മാസിലേക്കുള്ള ഡിസ്റ്റൻസ് ഞാൻ ക്യാപിറ്റൽ r ആയിട്ട് എടുത്തു. ഓക്കെ, മാറിപ്പോരുത്. സെന്റർ ഓഫ് മാസിലേക്കുള്ള ഡിസ്റ്റൻസ് ക്യാപിറ്റൽ r ആയിട്ട് എടുത്ത് ഇനി നമുക്ക് ജസ്റ്റ് ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. RCM ഈക്വൽ ടു m1r1 പ്ലസ് m2r2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. ഇതാണ് നമ്മുടെ സെന്റർ ഓഫ് മാസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഡെറിവേഷൻ ഒന്നുമില്ല, ജസ്റ്റ് ഇക്വേഷൻ മാത്രം പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ പാർട്ടിക്കിൾ കണ്ടല്ല, 2 പാർട്ടിക്കിൾ കൺസിഡർ ചെയ്ത് അതിന്റെ ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് നമ്മൾ r1 r2 ആയിട്ട് എടുത്ത് ഏകദേശം ഇവിടെ ആയിട്ട് വരും സെന്റർ ഓഫ് മാസ് എന്ന് ഞാൻ അസ്യൂം ചെയ്തിട്ടാണ് ഞാൻ ക്യാപിറ്റൽ ലെറ്റർ r ഡിസ്റ്റൻസ് കൊടുത്തത്. ഇനി സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാൻ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോഴാണ് വേണ്ടത്. അപ്പൊ ഇക്വേഷൻ പഠിക്കുക. RCM ഈക്വൽ ടു m1r1 പ്ലസ് m2r2 പ്ലസ് m1 പ്ലസ് m2. ഇക്വേഷൻ കിട്ടിയ ഇതങ്ങ് ബൈ ഹാർട്ട് പഠിക്കണം. ഇക്വേഷൻ m1r1 പ്ലസ് m2r2. ഇതൊരു പുതിയ ടോപ്പിക്കാണ്, നമ്മൾ ഇതിനെ ബേസിക് ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ല. ഈ ഇക്വേഷൻ അങ്ങ് ബൈ ഹാർട്ട് ചെയ്യുക. m1r1 പ്ലസ് m2r2 പ്ലസ് m1 പ്ലസ് m2 കിട്ടിയ വേഗം എഴുതുക. ഈ ഫിഗർ വരച്ചിട്ട് ആ ഇക്വേഷൻ ഒന്ന് എഴുതിയെടുക്കേ. എത്ര പാർട്ടിക്കിൾ? ഇതിപ്പോ ഒന്ന് ശ്രദ്ധിച്ചേ, ഇതിപ്പോ 2 പാർട്ടിക്കിൾ മാത്രമേ ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. ഇനിയിപ്പോ ഈ ഒരു പ്ലെയിനിൽ അടുത്തൊരു പാർട്ടിക്കിൾ കൂടി ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെ കുറെ പാർട്ടിക്കിൾസ്, ഇപ്പൊ m1 m2 മാത്രമല്ല, ഒരു ബോഡി എന്ന് പറയുമ്പോൾ അതിൽ എത്രത്തോളം പാർട്ടിക്കിൾസ് ഉണ്ടാവും? കുറെ പാർട്ടിക്കിൾസ് ഉണ്ടാവില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് RCM ന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? RCM ഈക്വൽ ടു m1r1 പ്ലസ്
M2R2 അപ് ടു എവിടെ വരെ പോവാം? MnRn, n പാർട്ടിക്കിൾസ് വരെ പോവാം, ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 അപ് ടു Mn. ഓക്കെ, എത്ര പാർട്ടിക്കിൾസ് ഉണ്ടോ അത്രയും പാർട്ടിക്കിൾസിനെ നമ്മൾ എടുത്ത് എഴുതണം ഇതുപോലെ. സിംപ്ലിഫൈ ചെയ്ത് വേണമെങ്കിൽ RCM ഈക്വൽ ടു സമ്മേഷൻ MIRI ഡിവൈഡഡ് ബൈ MI അങ്ങനെ എഴുതിക്കോട്ടെ. എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്, ഇത് മനസ്സിലായില്ലേ? ലാസ്റ്റ് സ്റ്റെപ്പ് മനസ്സിലായ? എത്ര പാർട്ടിക്കിൾസ് ഉണ്ടോ അത്ര പാർട്ടിക്കിൾസ് വരെ നമുക്ക് എഴുതാം. ഇക്വേഷൻ പഠിച്ചു വെക്കട്ടോ. വൺ പാർട്ടിക്കിൾ ആകുമ്പോൾ അടുത്തത് പറഞ്ഞുതരാം. വൺ പാർട്ടിക്കിളിന്റെ കേസ് ആകുമ്പോൾ പറഞ്ഞുതരാം. വൺ പാർട്ടിക്കിൾ ആണെങ്കിൽ M1R1 ഡിവൈഡഡ് ബൈ M1 എടുത്താൽ മതി. ടു പാർട്ടിക്കിൾ ആണ് ഇപ്പൊ ഞാൻ ഇവിടെ എഴുതിയേക്കുന്നത്. രണ്ട് പാർട്ടിക്കിളല്ലേ ഞാൻ കൺസിഡർ ചെയ്തുള്ളൂ. ഇനി മൂന്നാമതൊരു പാർട്ടിക്കിൾ കൂടി ഞാൻ ഇവിടെ കൺസിഡർ ചെയ്ത് M3 എന്ന് പറഞ്ഞ ഒരു പാർട്ടിക്കിൾ കൂടി കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതിന്റെ മാസ് M3 ആണെന്ന് വിചാരിക്കുക. അതിലേക്കുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? R3. അങ്ങനെയാണെങ്കിൽ എങ്ങനെ വരും? M1R1 പ്ലസ് M2R2 പ്ലസ് M3R3 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. അത്ര വരും. ഇതിപ്പോ ഞാൻ n പാർട്ടിക്കിൾസ്, n എന്ന് പറയുമ്പോ ഒരു ബോഡിയിൽ എന്തോരം പാർട്ടിക്കിൾസ് ഉണ്ടാവും അതാണ് ജസ്റ്റ് എഴുതിയേക്കണം. അപ് ടു ഇങ്ങനെ പോയി Mn വരെ പോവാം, എത്ര വേണമെങ്കിലും പോവാം. എഴുതിയാടാ? പ്രജീന എഴുതിയാ? ആനന്ദ് എഴുതുന്നുണ്ടാ? ആനന്ദിന്റെ മൈക്ക് വർക്ക് ചെയ്തില്ലെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്തേ. ഇത് ഉറങ്ങിപ്പോയ ചേട്ടാ, പിന്നെ ഉറങ്ങിപ്പോയ എന്താ വരക്കണ? ഉറങ്ങിപ്പോയി നീ, അതാണ് ഇങ്ങനെ എഴുതിയേക്കണത്. വരക്ക് വരക്ക്. ഒരു എക്സും വൈയും ആക്സിസ് വരച്ചിട്ട് മര്യാദ വരച്ചത്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പില് ഈ M1 പ്ലസ് M2 എന്നുള്ളത് ക്യാപിറ്റൽ M ആയിട്ട് എടുക്കാം. M1 പ്ലസ് M2 അപ്പൊ എങ്ങനെ വരും? RCM ഈക്വൽ ടു M1R1 പ്ലസ് M2R2. ഓക്കെ, ഇത് M1 പ്ലസ് M2 എന്നുള്ളത് ക്യാപിറ്റൽ M ആയിട്ട് എടുത്തു. അത് ഇപ്പുറത്തേക്ക് വന്നപ്പോ എങ്ങനെയായി? RCM ഈക്വൽ ടു M1 പ്ലസ് M2. ഇതാണ് മെയിൻ ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഇക്വേഷൻ. അടുത്ത എക്സാമിന് ഗ്രാവിറ്റേഷൻ വരെ ഉണ്ടാവൂ? ഇല്ല. ലോസ് ഓഫ് മോഷനെ ആയിട്ടുള്ള ക്ലാസ്സിൽ ആണോ? അപ്പൊ ഇനി അടുത്ത എക്സാമിന് കുഴപ്പമില്ലല്ലോ. ഇവർക്ക് ഗ്രാവിറ്റേഷൻ വരെയില്ലേ? നിങ്ങക്ക് ഗ്രാവിറ്റേഷൻ വരെയില്ലേ? നിങ്ങൾക്കൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അടുത്ത എക്സാം? പറഞ്ഞിട്ടില്ല. പയ്യെ പഠിച്ചോട്ടെ, ഇപ്പോഴേ പഠിച്ചു തുടങ്ങിക്കോ. ലാസ്റ്റ് ടൈം വെക്കരുത്, ടൈം ഉണ്ടാവില്ല. പഠിച്ചിട്ട് വന്നിട്ട് ആ ബാക്കിലുള്ള ക്വസ്റ്റ്യൻസ് ആ മിസ് ചെയ്യിപ്പിക്കുന്നത് കിട്ടാത്തത് മാർക്ക് ചെയ്തിട്ട് വാ. ഏറ്റവും ലാസ്റ്റ് വന്ന് ആ സൈഡിൽ പോയി ഇരിക്കോ. നീ കുറച്ചേരം അവിടെയൊക്കെ നോക്കിയിരിക്കട്ടാ. എല്ലാരെയും കണ്ട് എല്ലാരും ഓക്കെ ആണെന്ന് അറിഞ്ഞിട്ട് ക്ലാസ്സിൽ ശ്രമിച്ചാൽ മതി. ഇത്ര എഴുതിയാ? ടീച്ചർ അടുത്ത ടോപ്പിക്കോട്ട് തുടങ്ങാം നമുക്ക്. ഒരു ക്ലാസ് ഇന്ന് നോട്ട് കൊണ്ടുവന്നാ? ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന മോഷൻ ഓഫ് സെന്റർ ഓഫ് മാസ്. മോഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് എന്ന് പറയുമ്പോ ഈ പാർട്ടിക്കിളിന്റെ ആരാണ് സംസാരിക്കണ? പാർട്ടിക്കിളിന്റെ സെന്റർ ഓഫ് മാസ് ഇവിടെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഈ പാർട്ടിക്കിള് ഇവിടെ നിന്ന് മൂവ് ചെയ്യണമെന്ന് വിചാരിക്കും. മൂവ് ചെയ്യുമ്പോൾ അതിന് എന്ത് വരും? ഒരു വെലോസിറ്റി ഉണ്ടാവും, ആക്സിലറേഷൻ ഉണ്ടാവും. അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. മോഷൻ ഓഫ് സെന്റർ ഓഫ് മാസ്. ഹെഡിങ് കൊടുത്തോ, മോഷൻ ഓഫ് സെന്റർ ഓഫ് മാസ്. മോഷൻ ഓഫ് സെന്റർ ഓഫ് മാസ്.
ഓക്കെ, മോഷൻ ഓഫ് സെന്റർ ഓഫ് മാസ്. എഴുതിയാ? ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ. ആ പാർട്ടിക്കിൾ നമ്മളൊരു XY പ്ലെയിനിൽ രണ്ട് പാർട്ടിക്കിൾ കൺസിഡർ ചെയ്ത് അതിന്റെ മാസ് നമ്മൾ M1 M2 ആയിട്ട് എടുത്ത് അതിന്റെ ഏകദേശം സെന്ററിലായിട്ടായിരിക്കും എന്ത് വരുന്നത്, സെന്റർ ഓഫ് മാസ് വരുന്നത്. അതിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്, ആ പാർട്ടിക്കിൾ മൂവ് ചെയ്യണമെന്ന് വിചാരിക്കും. മൂവ് ചെയ്യുമ്പോൾ അതിന് എന്തൊക്കെ വരും, ഒരു വെലോസിറ്റി ഉണ്ടാവും, ആക്സിലറേഷൻ ഉണ്ടാവും. അതാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പൊ നോക്കിക്കേ, നമ്മുടെ ഇക്വേഷൻ പഠിച്ച് MRCM ഈക്വൽ ടു M1R1 പ്ലസ് M2R2. മറ്റേ ഇക്വേഷൻ ആണ് മെയിൻ ആയിട്ടുള്ള ഇക്വേഷൻ. ഞാൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ആക്കിയതാണ്. ഇനി ഡിഫറൻഷിയേറ്റിംഗ്, അടുത്ത സ്റ്റെപ്പ് ഡിഫറൻഷിയേറ്റിംഗ്. ഈ ഇക്വേഷനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡിഫറൻഷിയേറ്റിംഗ് ദിസ് ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു ടി. അതായത് d/dt എടുക്കുക. d/dt ഓഫ് MRCM ഈക്വൽ ടു d/dt ഓഫ് M1R1 പ്ലസ് d/dt ഓഫ് M2R2. എഴുതി പോയിക്കോട്ടാ. ഡിഫറൻഷിയേറ്റിംഗ് ഫസ്റ്റ് ഇക്വേഷൻ എഴുതിയിട്ട് എഴുതണേ. ഡിഫറൻഷിയേറ്റിംഗ് ദിസ് ഇക്വേഷൻ with respect to time. ഓക്കെ, ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. നോക്കിയാൽ മാസ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കില്ലേ? മാസ് കോൺസ്റ്റന്റ് ആയിരിക്കും. R എന്ന് പറയണത് എന്താ? R നമ്മൾ എന്തായിട്ട് എടുത്തത്? R1 R2 ഒക്കെ എന്തായിട്ട് എടുത്തത്? ഡിസ്റ്റൻസ് അല്ലേ R1 R2 എന്ന് പറയുന്നത് അല്ലെ? പാർട്ടിക്കിളിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് R1 R2 എന്ന് എഴുതിയത്. നമുക്ക് ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടൈം, ടൈമിന് അനുസരിച്ച് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാം. അപ്പൊ മാസ് എപ്പോഴും എന്തായിരിക്കും? ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ മാസ് മാറുമോ? ഇല്ല, മാസ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അതുകൊണ്ട് മാസ് നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. M ഇൻറ്റു d/dt ഓഫ് RCM ഈക്വൽ ടു ഇവിടെ എന്താ, മാസ് കോൺസ്റ്റന്റ് ആണ്. M1 d/dt ഓഫ് R1 പ്ലസ് M2 d/dt ഓഫ് R2. ഓക്കെ, ഇനി ഒന്ന് ശ്രദ്ധിച്ച്, d/dt ഓഫ് R എന്താ? d/dt ഓഫ് R റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് അതിന് നമ്മൾ എന്തെന്നാ പറയാ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ് ആക്സിലറേഷൻ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്താ? വെലോസിറ്റി. അപ്പൊ നോക്കിക്കേ, d/dt എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ ഡിഫറൻസിയേഷൻ അറിയില്ല, അതൊന്നും നോക്കണ്ട. ജസ്റ്റ് റേറ്റ് ഓഫ് ചേഞ്ച് d/dt എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞായിരുന്നു ഫസ്റ്റ് ക്ലാസ്സിൽ, റേറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എ ക്വാണ്ടിറ്റി. ഇവിടുത്തെ ക്വാണ്ടിറ്റി ഏതാ? നമ്മളോട് പറഞ്ഞേക്കുന്നത് ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1. ഒന്ന് ശ്രദ്ധിക്കണേ, ഇക്വേഷൻ നമ്പർ 1നെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഡിഫറൻസിയേഷൻ പഠിച്ചിട്ടില്ല, അത് കുഴപ്പമില്ല. അല്ലാതെ തന്നെ d/dt എന്ന് പറയുമ്പോൾ റേറ്റ് ആണെന്ന് മനസ്സിലായല്ല? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എ ക്വാണ്ടിറ്റി. d/dt എന്ന് പറയുമ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദിസ് ക്വാണ്ടിറ്റി. ഇതിൽ നോക്കുമ്പോൾ M കോൺസ്റ്റന്റ് ആണ്. പാർട്ടിക്കിൾ മൂവ് ചെയ്താലും എമ്മിന് വ്യത്യാസം എന്തെങ്കിലും ഉണ്ടാവോ? ഇല്ല. അപ്പൊ M കോൺസ്റ്റന്റ് ആണ്. M നമ്മൾ ഔട്ട് സൈഡ് എഴുതി, എമ്മിനെ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, അങ്ങനെ തന്നെ നിർത്തി. ബാക്കിയുള്ളത് d/dt ഓഫ് RCM ഈക്വൽ ടു, ഇവിടെ നോക്കിയപ്പോഴും മാസ് കോൺസ്റ്റന്റ് ആണ്, അതിനെ നമ്മൾ പുറത്തേക്ക് നിർത്തി. ബാക്കിയുള്ള d/dt ഓഫ് R, ഇവിടെ ഉള്ളത് d/dt ഓഫ് R2. ഇനി ഒന്ന് നോക്കിക്കേ, R റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് R എന്നാ പറഞ്ഞേക്കുന്നത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ പറയുന്ന പേര് വെലോസിറ്റി. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? MVCM. ഇവിടെ RCM നെ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? MVCM. ഇവിടെ M1 റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് ഓർ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? വെലോസിറ്റി. അപ്പൊ R1 നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? V1 പ്ലസ് M2 V2. ഓക്കെ, അപ്പൊ നമുക്ക് ഇക്വേഷൻ കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? വെലോസിറ്റി. ആ റിജിഡ് ബോഡി മൂവ് ചെയ്യണേണ്. സെന്റർ ഓഫ് മാസ്, മോഷൻ ഓഫ് സെന്റർ ഓഫ് മാസ്. ആ ഒരു പാർട്ടിക്കിൾ കണ്ട് ആ പാർട്ടിക്കിളിന്റെ സെന്റർ ഓഫ് മാസ് കണ്ടുപിടിച്ച് ഇനി ആ പാർട്ടിക്കിൾ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്? മൂവ് ചെയ്തോണ്ടിരിക്കണേ. അതിന്റെ മൂവ് ചെയ്യുമ്പോൾ ആ പാർട്ടിക്കിളിന് എന്തുണ്ടാവും? വെലോസിറ്റി ഉണ്ടാവും. അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. VCM ഈക്വൽ ടു M1 V1 പ്ലസ് M2 V2 ഡിവൈഡഡ് ബൈ M. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ. ഇതാണ് ആ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത്. വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ. ഇത്ര എഴുതിയിട്ട് എഴുതിക്കോട്ടാ. VCM be the velocity of the center of mass. VCM
be the velocity of the center of mass. Okay, V1 എന്താണ്? V1 be the velocity of first particle and V2 be the velocity of second body. V1 be the velocity of first particle, V2 be the velocity of second particle. അപ്പൊ നമ്മൾ ആ മൂവ് ചെയ്യുന്ന ബോഡിയുടെ വെലോസിറ്റി കണ്ടുപിടിച്ചു. അടുത്തപ്പോ എന്തായിരിക്കും കണ്ടുപിടിക്കേണ്ടത്? ആക്സലറേഷൻ, മോഷൻ ഓഫ് സെന്റർ ഓഫ് മാസ്. അപ്പൊ സെന്റർ ഓഫ് മാസ് ഉള്ള ആ ഒരു ബോഡി മൂവ് ചെയ്യുമ്പോഴുള്ള വെലോസിറ്റി കണ്ടുപിടിച്ച് അടുത്ത ആക്സലറേഷൻ. ഓക്കെ, എഴുതിയാ? ഇത്ര എഴുതിയാ? ഓക്കെ, ഇനി അടുത്തത് ആക്സലറേഷൻ. ആക്സലറേഷൻ അപ്പൊ ഏത് ഇക്വേഷനാ വേണ്ട? ഈ ഇക്വേഷനിൽ നിന്ന് വേണം നമ്മൾ തുടങ്ങാൻ. mvcm ഈക്വൽ ടു m1v1 പ്ലസ് m2v2. വെലോസിറ്റിയുടെ റേറ്റ് ഓഫ് ചേഞ്ച് എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെലോസിറ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എന്ത് കിട്ടും? ആക്സലറേഷൻ കിട്ടും. അപ്പൊ ഈ ഇക്വേഷൻ എന്ത് ചെയ്താൽ മതി? ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. ഡിഫറൻഷിയേറ്റിംഗ് ദിസ് ഇക്വേഷൻ അപ്പൊ എങ്ങനെ വരും? ഡി ബൈ ഡി ടി ഓഫ് സെയിം സ്റ്റെപ്പ് തന്നെ കേട്ടോ. ഡി ബൈ ഡി ടി ഓഫ് എം വി സി എം ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് എം വൺ വി വൺ പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് എം ടു വി ടു. നോക്കിക്കേ, ഇവിടെ മാസ് കോൺസ്റ്റന്റ് ആണ്, മാസ് ഔട്ട്സൈഡ് എടുക്കുക. എം ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് വി സി എം ഈക്വൽ ടു, ഇവിടെ മാസ് കോൺസ്റ്റന്റ് ആണ്, എം വൺ ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് വി വൺ പ്ലസ് എം ടു ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് വി ടു. ഓക്കെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡി ബൈ ഡി ടി എന്ന് പറയുമ്പോൾ എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്താ വരുന്നത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്താ? ആക്സിലറേഷൻ എം എ സി എം ഈക്വൽ ടു m1 ഇൻറ്റു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി v1. v1 എന്ന് പറഞ്ഞാൽ ആരുടെ വെലോസിറ്റിയാ? ഫസ്റ്റ് പാർട്ടിക്കിളിന്റെ വെലോസിറ്റി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഓഫ് ഫസ്റ്റ് പാർട്ടിക്കിൾ ഈക്വൽ ടു m1a1 പ്ലസ് m2a2. m2a2. ഓക്കെ, അപ്പൊ നമുക്ക് ആക്സിലറേഷന്റെ ഇക്വേഷൻ എഴുതണമെങ്കിൽ എഴുതാം. ആക്സിലറേഷന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? എ സി എം ഈക്വൽ ടു എം വൺ എ വൺ പ്ലസ് എം ടു എ ടു ഡിവൈഡഡ് ബൈ എം. എ സി എം കിട്ടിയ, എന്നിട്ട് എഴുതിക്കോ. എ സി എം ബി ദ ആക്സിലറേഷൻ ഓഫ് സെന്റർ ഓഫ് മാസ്. ACM be the acceleration of center of mass. ഇനി ഇതൊന്ന് നോക്കിക്കേ, ഇതെന്തായി തന്നേക്കുന്നത്? ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. m1a1 പ്ലസ് m2a2 അതെന്തായിരിക്കും? ശരിക്കും നോക്കാം, ആ ഇക്വേഷനിലേക്ക് ഒന്ന് നോക്കിക്കേ. m1a1 m2a2 ആലോചിച്ച് നോക്കിയാൽ കിട്ടും, ഫോഴ്സ് അല്ലെ? അപ്പൊ ഇതെന്താ തന്നേക്കുന്നത്? ഇത് കഴിഞ്ഞിട്ട് ഇത് എഴുതണം. നോട്ട് ആക്സിലറേഷൻ. ഇത്ര എഴുതിയാ? ഇവിടെ വരെ എഴുതിയാ? അമ്മൻ എഴുതിയാ? ഫാഹിം എഴുതിയിട്ടിരിക്കണാണോ? പീറ്റർ എഴുതിയല്ല? ഓക്കെ, ഇനി എം എ സി എം ഈക്വൽ ടു m1a1 എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ്. അപ്പൊ നമുക്ക് എങ്ങനെ കൊടുക്കാം? F1 പ്ലസ് m2a2 എന്ന് പറഞ്ഞാൽ എന്താ? F2. F1 പ്ലസ് F2. F1 പ്ലസ് F2 എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? എക്സ്റ്റേണൽ ഫോഴ്സ്, നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ ഫോഴ്സ്. എം എ സി എം ഈക്വൽ ടു എഫ് എക്സ്റ്റേണൽ. എം എ സി എം ഈക്വൽ ടു എഫ് എക്സ്റ്റേണൽ.
എഴുതിയ ഇത്രയും. ഓക്കെ, എന്നിട്ട് താഴെ എഴുതിക്കോ എഫ് എക്സ്റ്റേണൽ റെപ്രസെന്റ് sum of all external forces acting on the particle of the system. ഓക്കെ, അടുത്തത് കൺസർവേഷൻ ഓഫ് മൊമെന്റം ആൻഡ് സെന്റർ ഓഫ് മാസ്. ഇപ്പൊ നമ്മൾ പഠിച്ച ഇക്വേഷൻ ഏതാ? MACM ഈക്വൽ ടു എഫ് എക്സ്റ്റേണൽ. ഇതല്ലേ നമ്മൾ പഠിച്ചത്? MACM ഈക്വൽ ടു എഫ് എക്സ്റ്റേണൽ. ഇനി കൺസർവേഷൻ ഓഫ് മൊമെന്റം ആൻഡ് സെന്റർ ഓഫ് മാസ് പഠിക്കാൻ പോകുന്നത്. ഇനി നമ്മൾ കൊടുക്കുന്ന ഈ എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെന്ന് വിചാരിക്കും. എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല. എക്സ്റ്റേണൽ ഫോഴ്സിന്റെ വാല്യൂ 0 ആണെന്ന് വിചാരിക്കും. എഫ് എക്സ്റ്റേണൽ ഈക്വൽ ടു 0. എഫ് എക്സ്റ്റേണലിന്റെ വാല്യൂ കൺസർവേഷൻ ഓഫ് മൊമെന്റം സെന്റർ ഓഫ് മാസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര എഴുതിയാൽ മതി. MACM ഈക്വൽ ടു എഫ് എക്സ്റ്റേണൽ. എഫ് എക്സ്റ്റേണലിന്റെ വാല്യൂ 0 ആണെന്ന് വിചാരിക്കും. എക്സ്റ്റേണലി നമ്മൾ ഫോഴ്സ് ഒന്നും കൊടുക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, MACM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ M ഇൻറ്റു dVCM/dt അല്ലേ? dVCM/dt. എക്സ്റ്റേണൽ ഫോഴ്സിന്റെ വാല്യൂ എന്താന്നാ പറഞ്ഞേക്കുന്നത്? 0. നമ്മൾ ഫോഴ്സ് ഒന്നും കൊടുക്കുന്നില്ല. ഓക്കെ, dVCM/dt. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാല്ല വെലോസിറ്റി അവിടെ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഇതും ഡിഫറൻസിയേഷനിൽ വരുന്ന കൺസെപ്റ്റ് ആണ്. ഡിഫറൻസിയേഷൻ പഠിക്കാത്തതുകൊണ്ട് എത്രത്തോളം കിട്ടുമെന്ന് എനിക്ക് അറിയില്ല ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഒരു കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്തായിട്ട് മാറും? അത് 0 ആയിട്ട് മാറും. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ആ ഒരു ഇക്വേഷൻ തന്നെ. അപ്പൊ നമ്മൾ ഡിഫറൻസിയേഷൻ പഠിച്ചിട്ടില്ല. ഈ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കണേ. അപ്പൊ നേരത്തെ പഠിച്ച ഇക്വേഷൻ തന്നെ ഒന്നുകൂടെ എടുത്ത് എഴുതി. എന്നിട്ട് എന്താ ചെയ്തിരിക്കുന്നത്? നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സിന്റെ വാല്യൂ അവിടെ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറൂലേ? എഫ് എക്സ്റ്റേണലിന്റെ വാല്യൂ 0 ആയിട്ട് മാറി. അപ്പൊ ഇതിനെ നമുക്ക് ACM-നെ എങ്ങനെയാന്ന് എഴുതാം? dVCM/dt എന്ന് പറഞ്ഞാൽ എഴുതാം. ഈക്വൽ ടു എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ എഫ് എക്സ്റ്റേണലിന്റെ വാല്യൂ എന്തായി? 0 ആയി. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വന്ന്? dVCM/dt ഈക്വൽ ടു 0. അതായത് ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ്, ഒരു കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് ആയിരിക്കും എപ്പോഴും എന്തായിട്ട് വരുന്നത്? 0 ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ഇതെന്ത് പറയാം? ഈ VCM എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആയിരിക്കില്ലേ? ഏതൊരു ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ്, d/dt ഓഫ് കോൺസ്റ്റന്റ് എടുത്താലായിരിക്കും നമ്മൾ എന്തായിട്ട് വരുന്നത്? 0. ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റന്റ്. അപ്പൊ VCM എന്താണെന്ന് മനസ്സിലാക്കാം? ഒരു കോൺസ്റ്റന്റ് ആണെന്ന് മനസ്സിലാക്കാം. ഏതിന്റെ ഡെറിവേറ്റീവ് ആണോ നമ്മൾ എടുക്കുന്നത്, ഏത് കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് എടുത്താലും നമുക്ക് കിട്ടുന്ന വാല്യൂ 0. അപ്പൊ നമ്മൾ എഴുതിയ ഇക്വേഷൻ വെച്ച് നമുക്ക് ഇവിടെ എന്താ? ഇക്വേഷനിൽ ഇവിടെ 0 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ VCM എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എന്തായിരിക്കും? കോൺസ്റ്റന്റ്. അപ്പൊ വെലോസിറ്റിയുടെ വാല്യൂ അവിടെ എന്താണ്? VCM ഈക്വൽ ടു കോൺസ്റ്റന്റ്.
അപ്പൊ എന്ത് മനസ്സിലാക്കാം, എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും നമ്മളൊരു ബോഡിയിലേക്ക് കൊടുക്കുന്നില്ലെങ്കിൽ ആ ബോഡി എങ്ങനെ മൂവ് ചെയ്യും? ഇറ്റ് മൂവ്സ് വിത്ത് വെലോസിറ്റി VCM. ഇത്ര എഴുതിക്കോട്ടെ. പിന്നെ നോക്കിക്കേ, ഇത് വെലോസിറ്റി കോൺസ്റ്റന്റ് ആന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ ഒരു എമ്മും കൂടി ഇല്ലേ? ഈ എമ്മും കൂടി എഴുതുമെങ്കിൽ നോക്കിക്കേ, MVM. ആ ബോഡിക്ക് വെലോസിറ്റിയും കോൺസ്റ്റന്റ് ആയിരിക്കും. പിന്നെ എന്താ ഉള്ളത്? MVCM. MV എന്ന് പറയുന്നത് എന്താ? മൊമെന്റം. അപ്പൊ ആ ബോഡിക്ക് എന്താ ഉണ്ടാവും? മൊമെന്റോ ഉണ്ടാവും. എപ്പ മാത്രം? ഇത് ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ വാല്യൂ, എക്സ്റ്റേണൽ ഫോഴ്സിന്റെ വാല്യൂ 0 ആയതുകൊണ്ട് മാത്രം ആ ബോഡിക്ക് എന്തുണ്ട്? വെലോസിറ്റിയും ഉണ്ട്. വെലോസിറ്റിയുടെ വാല്യൂ കോൺസ്റ്റന്റും ആണ്. അതുപോലെ തന്നെ ആ ബോഡിക്ക് എന്തും കിട്ടിയിട്ടുണ്ട്? മൊമെന്റവും കിട്ടിയിട്ടുണ്ട്. പക്ഷെ എക്സ്റ്റേണൽ ഫോഴ്സിന്റെ വാല്യൂ കോൺസ്റ്റന്റ് അല്ല എന്ന് വിചാരിക്കുക. എന്തെങ്കിലും ഒരു വാല്യൂ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കിക്കേ ACM അല്ലേ കിട്ടുള്ളൂ. മനസ്സിലായ? 0 ആയതുകൊണ്ട് മാത്രമാണ് എന്ത് വന്നത്? VCM കോൺസ്റ്റന്റ് ആയി. VCM എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയുടെ വാല്യൂ കോൺസ്റ്റന്റ് ആയി. അതുപോലെ തന്നെ ആ ബോഡിക്ക് എന്തും കിട്ടി? മൊമെന്റവും കിട്ടി. ഓക്കെ, ഇത്ര എഴുതിക്കോ. ഓക്കെ, ഇത്ര എഴുതിയിട്ട് എഴുതണേ. ഏതാടാ? ഇതാ, ഇത് വെക്ടർ കാണിക്കണത്. എഴുതിയാ? എന്നിട്ട് എഴുതിക്കോ. ഇൻ ദ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ്, in the absence of external force, in the absence of external force, center of mass moves with, in the absence of external force, അവൻ എഴുതിക്കേണ്ട എഴുതിയാൽ മതിയേ. In the absence of external force, center of mass moves with constant velocity. In the absence of external force, center of mass moves with a constant velocity, and also it possesses momentum, and also it possesses momentum. ഓക്കെ, അപ്പൊ സെന്റർ ഓഫ് മാസ് എന്തിനായിട്ടാ റിലേറ്റ് ചെയ്ത് നിൽക്കുന്നത്? എക്സ്റ്റേണൽ ഫോഴ്സ്. നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുന്നതിന്റെ വാല്യൂ 0 ആണെങ്കിൽ അതിന് എന്തൊക്കെ ഉണ്ടാവും? 0 ആണെങ്കിൽ ആ സെന്റർ ഓഫ് മാസ് ഇറ്റ് മൂവ്സ് വിത്ത് വെലോസിറ്റി V and it possesses momentum. എക്സ്റ്റേണൽ ഫോഴ്സും സെന്റർ ഓഫ് മാസും തമ്മിലാണ് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ എക്സ്പ്ലോഷൻ ഓഫ് ഷെൽ ഇൻ ഫ്ലൈറ്റ്, അതായത് നമ്മൾ പടക്കം പൊട്ടിക്കൂലേ? എക്സ്പ്ലോഷൻ ഓഫ് ഷെൽ ഇൻ ഫ്ലൈറ്റ്. പടക്കം പൊട്ടിക്കുമ്പോൾ അവിടെ എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ഡിപ്പെൻഡൻസ് വരുന്നുണ്ടോ? എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ഡിപ്പെൻഡൻസ് വരുന്നുണ്ടോ? ഇല്ല. ഇന്റേണൽ ഫോഴ്സിലല്ലേ ഇപ്പൊ നമ്മൾ പടക്കം എടുത്ത് എറിയണേണ്. അപ്പൊ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോൾ അത് പൊട്ടും അല്ലേ? അത് പൊട്ടുമ്പോൾ അതിന്റെ ഉള്ളിൽ ഇന്റേണൽ ഫോഴ്സ് കാരണമല്ലേ അത് പൊട്ടുന്നത്. ആ ഒരു എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തെന്ന് എഴുതാം? എക്സ്റ്റേണൽ ഫോഴ്സ് അവിടെ വരുന്നുണ്ടോ? ഇല്ല, ആബ്സെന്റ് ആണ്. എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ആബ്സെന്റ് ആണ്. എക്സ്റ്റേണൽ ഫോഴ്സ് ആബ്സെന്റ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും? എക്സ്റ്റേണൽ ഫോഴ്സ് ആബ്സെന്റ് ആയപ്പോഴുള്ള കേസല്ലേ നമ്മളിപ്പോ പഠിച്ചത്. ഇഫ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡി ഈസ് 0, എന്താ സംഭവിക്കുക? സെന്റർ ഓഫ് മാസ് മൂവ്സ് വിത്ത് വെലോസിറ്റി VCM. ആ എക്സാമ്പിൾ എഴുതിക്കോട്ടാ. എക്സ്പ്ലോഷൻ ഓഫ് ഷെൽ ഇൻ ഫ്ലൈറ്റ്. ഒന്ന് ആലോചിച്ച് നോക്കണം. അസെഷൻ റീസൺ ഒക്കെ ചോദിക്കുമ്പോ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കണേ. ഇപ്പൊ പടക്കം പൊട്ടുന്ന കേസ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞത് എന്താണ്? അതിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും വരുന്നില്ല. എക്സ്റ്റേണൽ ഫോഴ്സ് വന്നാൽ മാത്രമേ എന്തുള്ളൂ? എക്സ്റ്റേണൽ ഫോഴ്സും സെന്റർ ഓഫ് മാസും തമ്മിലാണ് റിലേറ്റഡ് ആയിട്ട് ഇരിക്കുന്നത്. അത് മാത്രം ആലോചിക്കുക. എക്സ്റ്റേണൽ ഫോഴ്സും സെന്റർ ഓഫ് മാസും. ഇന്റേണൽ ഫോഴ്സ് ആണെങ്കിൽ അവിടെ എന്തില്ല? ഡിപ്പെൻഡൻസ് ഒന്നും വരുന്നില്ല. സെന്റർ ഓഫ് മാസിന് ഒരു പ്രശ്നവും വരുന്നില്ല. ഇന്റേണൽ ഫോഴ്സിന്റെ എഫക്റ്റിലാണെങ്കിൽ സെന്റർ ഓഫ് മാസിന് ഒരു ഡിപ്പെൻഡൻസും വരുന്നില്ല. പക്ഷെ എക്സ്റ്റേണൽ ഫോഴ്സ് ആണ് വരുന്നതെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സിന്റെ വാല്യൂ 0 ആണെങ്കിൽ മാത്രമേ എന്തായിരിക്കും സംഭവിക്കുക? ബോഡി മൂവ്സ് വിത്ത് വെലോസിറ്റി VCM and it possesses momentum.
എക്സാമ്പിൾ കൂടി എഴുതി വെച്ചോ, ഡീകേ ഓഫ് ന്യൂക്ലിയസ്. ഡീകേ ഓഫ് ന്യൂക്ലിയസ്. ടീച്ചറിന് കിട്ടിയിട്ടില്ലല്ലേ മിസ്സേ? ഒരെണ്ണം കൂടി വേണേ. ടീച്ചർ 5:45 5:30 കുറച്ചു നേരം ലേറ്റ് ആയിട്ട് വന്നേന്. അതാ പറഞ്ഞ ലേറ്റ് ആയിട്ട് വന്നേനാ. ഓക്കെ, എഴുതിയ ഡീകേ ഓഫ് ന്യൂക്ലിയസ്. ആ എക്സാമ്പിൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി കേട്ടാ. ഓക്കെ, ഇനി ആ സെന്റർ ഓഫ് മാസ് നമ്മൾ പറഞ്ഞത്, ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു റോഡാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, അതായത് ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും തിൻ റോഡാ എന്തെങ്കിലും നമ്മൾ എടുക്കുകയെന്ന് വിചാരിക്കും. പെന്ന് പോലെ ഇരിക്കുന്ന എന്തെങ്കിലും റോഡ് ഷേപ്പിലുള്ള എന്തെങ്കിലും സംഭവം എടുക്കണമെങ്കിൽ അതിന്റെ സെന്റർ ഓഫ് മാസ് ഏകദേശം എവിടെയായിട്ട് വരും? ഏകദേശം എവിടെയായിട്ട് വരും? സെന്ററിലായിട്ട് വരില്ലേ? നമ്മൾ പെന്നിങ്ങനെ പിടിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട്, ഞാൻ കാണിച്ചാൽ ശരിയാവില്ല, വീഴാതെ നിൽക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഏകദേശം സെന്റർ അല്ലേ? അപ്പൊ നമുക്ക് പറയാം, ഇപ്പൊ ഒരു തിൻ റോഡാ എന്തെങ്കിലും റോഡ് ഷേപ്പിലുള്ള എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ സെന്റർ ഓഫ് മാസ് ഏകദേശം എവിടെയായിട്ട് വരും? സെന്ററിലായിട്ട് വരും. ഇനി റെക്റ്റാങ്കിൾ നോക്കണമെങ്കിൽ ആ റെക്റ്റാങ്കിളിന്റെ സെന്റർ ഓഫ് മാസ് ഏകദേശം എവിടെയായിട്ട് വരും? ഡയഗണൽസ് എല്ലാം ജോയിൻ ചെയ്യുക. ഈ വരുന്ന പോയിന്റ് ഇതാണ് റെക്റ്റാങ്കിളിന്റെ സെന്റർ ഓഫ് മാസ് വരുന്ന പോയിന്റ്. ഇനി ട്രയാങ്കിൾ നോക്കിക്കേ. ട്രയാങ്കിളിന്റെ ആകുമ്പോ ഏകദേശം എവിടെ വരുമായിരിക്കും? ഇതൊക്കെ വരച്ചോളണോട്ടെ, ഇതൊക്കെ എക്സാമിന് ചോദിക്കണതാണ്. മീഡിയൻസ് എല്ലാം ജോയിൻ ചെയ്യുക ഈ പോയിന്റ്. ഓക്കെ, സെന്റർ ഓഫ് മാസ് വരച്ചു വെച്ചോട്ടാ. റെക്റ്റാങ്കിളിന്റെയും ട്രയാങ്കിളിന്റെയും സെന്റർ ഓഫ് മാസ്. Center of mass of a triangle at the point of intersection of medium. Medians എല്ലാം join ചെയ്യുന്നത് at the point of intersection of median. Medians എല്ലാം join ചെയ്ത് കിട്ടുന്ന ആ പോയിന്റിലായിരിക്കും ട്രയാങ്കിളിന്റെ എന്ത് വരുന്നത്? സെന്റർ ഓഫ് മാസ് വരുന്നത്. Point of intersection of median. Point of intersection of median. Center of mass ആണ് ആലോചിച്ച് വരക്കണേ. സെന്റർ ഓഫ് മാസ്. യൂണിഫോം റോഡ് എന്നൊക്കെ പറയുമ്പോൾ റോഡ് ഷേപ്പിലുള്ളത് ഓർക്കുമ്പോൾ ഈ പെന്ന് തന്നെ ആലോചിച്ചാൽ മതി. റോഡ് ഷേപ്പിൽ വരുന്നത് ഏകദേശം അതിന്റെ ആക്സിസിന്റെ സെന്ററിലായിട്ട് വരും. ഓക്കെ, ഇനി അടുത്തൊരു ടോപ്പിക്, ടോർക്ക്. എന്താണ് ടോർക്ക്? ഇത് ഫസ്റ്റ് ടൈം അല്ലേ ഇപ്പൊ കേൾക്കുന്ന ടോർക്ക് എന്ന് പറയുന്ന വേർഡ് അല്ലേ? കേട്ടിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഇനി പഠിച്ചിട്ടുണ്ടോ ഇതിനു മുമ്പ്? ടോർക്ക് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടോ? എവിടെ പഠിച്ചേക്കണം? കേട്ടിട്ടുള്ളതാ. ഓക്കെ, ടോർക്ക്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ടോർക്ക്. ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൊട്ടേറ്റിംഗ്. സിമ്പിൾ ആയിട്ട് ടോർക്കിനെ പറ്റി പറയാനാണെങ്കിൽ റൊട്ടേറ്റിംഗ് എഫക്ട് ഓഫ് ഫോഴ്സ്, അത്രേ പറയാനുള്ളൂ. എന്താണ് റൊട്ടേറ്റിംഗ് എഫക്ട് ഓഫ് ഫോഴ്സ്? സാധാരണ നമ്മളൊരു ഫോഴ്സ് കൊടുത്തു കഴിയുമ്പോൾ ഒരു ബോഡിക്ക് എന്താ ഉണ്ടാവണമെന്നാണ് നമ്മൾ പഠിച്ചേക്കണത്? ഒരു ബോഡിയിലേക്ക് ഒരു ഫോഴ്സ് കൊടുത്തു കഴിയുമ്പോൾ അതിന് എന്തുണ്ടാവും? ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും എന്നല്ലേ പഠിച്ചേക്കുന്നത്? ടോർക്ക് എന്ന് പറയുമ്പോൾ എന്താ? റൊട്ടേറ്റിംഗ് എഫക്ട് ഓഫ് ഫോഴ്സ്. ഒരു ബോഡിയിലേക്ക് നമ്മൾ ഒരു ഫോഴ്സ് കൊടുത്തു കഴിയുമ്പോൾ ആ ബോഡി റൊട്ടേറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ടോർക്ക് എന്ന് പറയാം. അപ്പൊ ഈ വേർഡ് കേൾക്കുമ്പോ തന്നെ മനസ്സിലേക്ക് വരിക, ഇപ്പൊ സ്റ്റാർട്ടിംഗ് ആണ്, ഇനി 12th ഫുള്ള് നമുക്ക് ഈ ടോർക്ക് പഠിക്കാനുണ്ട്. എല്ലാ ചാപ്റ്ററിലും ടോർക്കിനെ പറ്റി പഠിക്കാനുണ്ട്. അപ്പൊ ടോർക്ക് എന്ന് പറയുമ്പോൾ എന്താ മനസ്സിൽ വരേണ്ടത്? റൊട്ടേറ്റിംഗ് എഫക്ട് ഓഫ് ഫോഴ്സ്. ഡെഫിനിഷൻ കിട്ടിയ റൊട്ടേറ്റിംഗ് എഫക്ട് ഓഫ് ഫോഴ്സ് എഴുതിക്കോട്ടാ. ടോർക്ക് ഇറ്റ് ഈസ് ദ റൊട്ടേറ്റിംഗ് എഫക്ട് ഓഫ് ഫോഴ്സ്. ഒരു ബോഡിയിലേക്ക് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നു, ആ ഫോഴ്സിന്റെ എഫക്റ്റില് ബോഡി റൊട്ടേറ്റ് ചെയ്യുക. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ടോർക്ക് എന്ന് പറയാ. ഇറ്റ് ഈസ് ദ റൊട്ടേറ്റിംഗ് എഫക്ട് ഓഫ് ഫോഴ്സ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ ടേണിംഗ് എഫക്ട് ഓഫ് ഫോഴ്സ്. ടേണിംഗ് എഫക്ട് ഓഫ് ഫോഴ്സ്.
ടേണിംഗ് എഫക്റ്റ് ഓഫ് ഫോഴ്സ്. ഓക്കെ, എഴുതിയാ? ഓക്കെ, അപ്പൊ നമുക്ക് മെയിൻ ഡെഫിനിഷൻ കിട്ടി. ടോർക്ക് എന്താന്ന് പറയുമ്പോ ഇത്ര പറയാനുള്ളൂ. ടോർക്ക് ഇസ് ദ ടേണിംഗ് എഫക്റ്റ് ഓഫ് ഫോഴ്സ്. ഇനി ടോർക്ക് എന്ന് പറയുമ്പോൾ എന്താ? കിട്ടിയില്ല എന്ന് പറയരുത്, കേട്ടതല്ല. ടോർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൊട്ടേറ്റിംഗ് എഫക്റ്റ് ആണ്. ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ ബോഡി റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? ടോർക്ക് ആണെന്ന് പറയാം. ഇനി ടോർക്കിന് വേറൊരു പേര് പറയും, മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയും. എന്താണ് മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് കൂടി പറയും. മൊമെന്റ് എന്താന്ന് കേട്ടിട്ടുണ്ടോ? മൊമെന്റ് എന്താ? അയ്യോ, ആ മൊമെന്റ് അല്ല. സിക്സ്തില് പറയുമ്പോ മൊമെന്റ് എന്താന്ന് പറയാം. മൊമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു ക്വാണ്ടിറ്റി അതിനെ നമ്മൾ ടൈം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതിനെയാണ് നമ്മൾ മൊമെന്റ് എന്ന് പറയുക. ജസ്റ്റ് സിക്സിൽ പറയുമ്പോൾ മൊമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്വാണ്ടിറ്റിനെ നമ്മൾ ഡിസ്പ്ലേസ്മെന്റോ ഡിസ്റ്റൻസോ കൊണ്ട് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. അതിനെയാണ് നമ്മൾ മൊമെന്റ് എന്ന് പറയുക. മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ടോർക്ക് നമ്മൾ ആക്ച്വലി പഠിച്ചെന്താ? ടോർക്ക് ഇസ് ദ ടേണിംഗ് എഫക്റ്റ് ഓഫ് ഫോഴ്സ്. ടേണിംഗ് എഫക്റ്റ് ഓഫ് ഫോഴ്സ്. മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്താ മീൻ ചെയ്യുന്നത്? അതിനൊന്നെങ്കിൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഒരു ടോർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അതെന്താണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എക്സാമ്പിൾ കാണിക്കാനാണെങ്കിൽ ഈ ബുക്കിനെ റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഫോഴ്സ് കൊടുത്താൽ മതി അല്ലേ? അപ്പൊ ഫോഴ്സ് നമ്മൾ ടോർക്ക് എന്ന് പറയുന്നത് എന്താ? റൊട്ടേറ്റിംഗ് എഫക്റ്റ് ഓഫ് ഫോഴ്സ് അല്ലേ? അപ്പൊ ഇതിനെ ഞാൻ ഇവിടെ നിന്ന് ഫോഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് റൊട്ടേറ്റ് ചെയ്യോ? അതായത് ഈ പൊക്കത്തുനിന്ന് ഫോഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് റൊട്ടേറ്റ് ചെയ്യോ? ഇല്ല. ഇവിടെ നിന്ന് ഞാൻ ഫോഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ റൊട്ടേറ്റ് ചെയ്യോ? ഇവിടെ നിന്ന് ഫോഴ്സ് കൊടുത്താൽ റൊട്ടേറ്റ് ചെയ്യോ? എങ്ങനെ? ഇവിടെ നിന്ന് ഞാനിപ്പോ ഫോഴ്സ് കൊടുത്തിട്ട് ബോഡി ഇങ്ങോട്ടല്ലേ പോകുള്ളൂ അല്ലേ? ഇനി ഇവിടെ നിന്ന് ഞാൻ ഫോഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിലോ ഇങ്ങോട്ടല്ലേ മൂവ് ചെയ്യുള്ളൂ. ഇനി ഞാൻ നേരെ താഴെ നിന്ന് ഫോഴ്സ് കൊടുത്താലും ബോഡി പൊക്കത്തേക്കേ പോകുള്ളൂ. ഏത് ഡയറക്ഷനിൽ ഫോഴ്സ് കൊടുത്താലും നേരെ പൊക്കത്തേക്കേ പോകുള്ളൂ. അതേസമയം നേരെ തിരിച്ച് ഇപ്പൊ ഇതൊരു ബോഡിയാണെന്ന് വിചാരിക്കുക. ഇതിന്റെ ആക്സിസ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിന്റെ ആക്സിസ് എന്ന് വിചാരിക്കുക. ഈ ആക്സിസിൽ ഇതായിരിക്കും ലൈൻ ഓഫ് ആക്ഷൻ. ഇത് ആക്സിസ് ഞാൻ ബോഡി വരച്ചപ്പോ കാണിച്ചിരുന്നില്ല, ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഇത് ആക്സിസ് ആണെന്ന് വിചാരിക്കുക, ഇത് ലൈൻ ഓഫ് ആക്ഷൻ ആണെന്ന് വിചാരിക്കുക. ഈ ലൈൻ ഓഫ് ആക്ഷൻ ഇനി ഞാൻ ഇവിടെ നിന്ന് ഈ ബോഡിക്ക് ഇങ്ങനെ ഒരു ഫോഴ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ നിന്ന് പിടിച്ച് ഞാൻ തള്ളണമെന്ന് വിചാരിക്കും. ഈ സൈഡിൽ നിന്ന് ഞാൻ ഈ ബോഡിനെ തള്ളുമ്പോൾ അത് റൊട്ടേറ്റ് ചെയ്യും അല്ലെ? അപ്പൊ നോക്കിക്കേ, ലൈൻ ഓഫ് ആക്ഷൻ ഇന്ന് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതായത് ഇതാണ് ആക്സിസ് എങ്കിൽ ഇത് ലൈൻ ഓഫ് ആക്ഷൻ. ഈ ലൈൻ ഓഫ് ആക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഫോഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ടേൺ ചെയ്യും. അല്ലാതെ ഇവിടെ നിന്ന് കൊടുത്താൽ ടേൺ ചെയ്യോ? ഇല്ല. ഇവിടെ നിന്ന് കൊടുത്താലും ടേൺ ചെയ്യില്ല. പക്ഷെ പകരം ഞാൻ ഇങ്ങനെ ഒരു ഫോഴ്സ് കൊടുക്കുക. ഇതിൽ ഇങ്ങനെ ഒരു ഫോഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ റൊട്ടേറ്റ് ചെയ്യും. ഇതിലും നല്ലൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഡോർ ഇല്ലേ? അതായത് നമ്മൾ ഡോറിന്റെ നോക്കിക്ക്, ഡോർ ഏത് സൈഡിൽ നിന്ന് ഫോഴ്സ് കൊടുത്താലായിരിക്കും റൊട്ടേറ്റ് ചെയ്യണത്? ഇപ്പൊ ഡോർ ഇത് ഫിക്സ്ഡ് ആണെന്ന് വിചാരിക്കുക, ഇതാണ് ഇതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് വിചാരിക്കുക. ഇതിനെ നമുക്ക് എവിടെ നിന്ന് ഫോഴ്സ് കൊടുത്താലും റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നിന്ന് തന്നെ ഫോഴ്സ് കൊടുക്കണ്ടേ? എന്നാലല്ലേ ഇത് തുറക്കാനും അടക്കാനും പറ്റൂ. ഇവിടെ നിന്ന് ഇപ്പൊ ഫോഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് തുറക്കാൻ പറ്റും, അടക്കാനും പറ്റും അല്ലെ? ഇവിടെ എനിക്ക് ഫോഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നടക്കൂ? ഇല്ല. അപ്പൊ ഈ അതായത് ആക്സിസ് ഓഫ് റൊട്ടേഷന് ലൈൻ ഓഫ് ആക്ഷന് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിൽ നിന്ന് വേണം എന്ത് കൊടുക്കാൻ? ഫോഴ്സ് കൊടുക്കാൻ. കൺസെപ്റ്റ് കിട്ടിയ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിൽ നിന്ന് ഫോഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ടോർക്ക് വർക്ക് ആവുള്ളൂ. ഇവിടെ ഞാൻ ഫോഴ്സ് കൊടുത്തു, അതായത് ഈ ഡോറിന്റെ സ്റ്റാർട്ടിങ് ഇതല്ലേ? ഇവിടെ നിന്നാണ് നമ്മൾ ഡോർ, ഇവിടെയാണ് നമ്മൾ ഇത് പിടിപ്പിച്ചേക്കുന്നത്. ഇവിടെ ഞാൻ കൊണ്ട് ഇത് സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫോഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തുറക്കാൻ പറ്റും? ഇല്ല. പക്ഷെ ഒരു ഡിസ്റ്റൻസ് മാറി, കുറച്ച് ഡിസ്റ്റൻസ് മാറി ഇത്രയും ദൂരം വെച്ചേക്കുന്നത് എന്താ? ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വേണം. ഇതാണ് ആക്സിസ് എങ്കിൽ ഇത് ലൈൻ ഓഫ് ആക്ഷൻ. ഇത് ആക്സിസ്, ഇത് ലൈൻ ഓഫ് ആക്ഷൻ. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഫോഴ്സ് പോകുന്നത്, മനസ്സിലായ? ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? റൊട്ടേഷൻ നടക്കുള്ളൂ. ഇനി ഈ ബുക്കിന്റെ കേസ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതുപോലെ തന്നെ ആക്സിസ്, ലൈൻ ഓഫ് ആക്ഷൻ. ഈ ലൈൻ ഓഫ് ആക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ട്, ലൈൻ ഓഫ് ആക്ഷൻ ഇതാണ്, ഇങ്ങോട്ടാണ് ലൈൻ ഓഫ് ആക്ഷൻ എന്ന് വിചാരിക്കുക. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ഫോഴ്സ് കൊടുത്താൽ മാത്രമേ ഇത് എന്ത് ചെയ്യുള്ളൂ? റൊട്ടേറ്റ് ചെയ്യുള്ളൂ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ടോർക്ക് എന്ന് പറയാം. അപ്പൊ കിട്ടിയ മൊമെന്റ് ഓഫ് ഫോഴ്സ്. മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ടോർക്ക് ഇസ് ദ ടേണിംഗ് എഫക്റ്റ് ഓഫ് ഫോഴ്സ്. ഇനി നമുക്ക് അല്ലാതെ നമുക്ക് ടോർക്കിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ടോർക്ക് ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ, ടോർക്ക് ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. സെന്റൻസ് ആയിട്ട് എഴുതിക്കോട്ടോ. ഇത് സോറി, ഇത് പറഞ്ഞു തന്നില്ലല്ലേ? ഇത് ഇങ്ങനെ തന്നെ എഴുതണേ. അല്ല, ഇങ്ങനെ എഴുതണം. നമ്മൾ ജെ എഴുതണം ഇങ്ങനെയല്ലേ? ജെയിനൊന്ന് തിരിച്ചിട്ട് ഇങ്ങനെ തന്നെ എഴുതണം കേട്ടാ. ഇതിനെ പറയുന്നത് എന്തെന്നാന്നറിയോ? ടോ. എന്താണ്? ടോ. കിട്ടിയാ? ഇത് കാണുമ്പോൾ മനസ്സിലാക്കണം ഇത് എന്താണ്? ടോ എന്നാണ് ഇതിനെ പറയാ. ടോ. ഓക്കെ, ടോർക്കിനെ ഷോർട്ടാക്കി നമുക്ക് ടോ. അപ്പൊ ടോർക്ക് ടോ എഴുതുമ്പോ ഇങ്ങനെ തന്നെ എഴുതണേ. ടോ. ഓക്കെ, കിട്ടിയാ? ടോ.
ഓക്കെ, ഇത് കിട്ടിയല്ല. ആ ഡെഫിനിഷൻ പറഞ്ഞുതരാവേ. അപ്പൊ ഇതാണ് നമ്മൾ ഡോറിന്റെ കേസ് എടുക്കുന്നതെന്ന് വിചാരിക്കും. ഇത് ആക്സിസ് ആണ്, ഇത് ലൈൻ ഓഫ് ആക്ഷൻ ആണ് അല്ലെ. ഇത് ആക്സിസ്, ഇത് ലൈൻ ഓഫ് ആക്ഷൻ. ഇവിടെ നിന്ന് വേണ്ടേ ഫോഴ്സ് കൊടുക്കാൻ? ഈ സ്ഥലത്തുനിന്ന് ഫോഴ്സ് കൊടുത്താൽ മാത്രമേ. ബുക്ക് തന്നെ ഒന്നുകൂടെ കാണിച്ചു തരാം. കണ്ടന്റ് കിട്ടണേ, മനസ്സിലാക്കി പഠിച്ചില്ലെങ്കിൽ കിട്ടില്ല. അപ്പൊ ഇതാണ് ഡോർ എന്ന് വിചാരിക്കുക. ഇതാണ് ആ ഡോറിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. നോക്കിയേ, ഇത് ആക്സിസ്, ഇത് ലൈൻ ഓഫ് ആക്ഷൻ. ഈ ലൈൻ ഓഫ് ആക്ഷനിൽ എനിക്ക് ഇവിടെ നിന്ന്, അതായത് ഇവിടെ നിന്ന് ഫോഴ്സ് കൊടുത്താൽ മാത്രമേ ഈ ഡോർ എനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ ലൈൻ ഓഫ് ആക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ട് അല്ലെ, പെർപെൻഡിക്കുലർ ആയിട്ടല്ലേ ഫോഴ്സ് തന്നെ. ഇതാണ് ലൈൻ ഓഫ് ആക്ഷൻ എങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ഫോഴ്സ് കൊടുക്കണം. എന്നാൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കിട്ടിയാ? അതുകൊണ്ടാണ് ടോർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ടോർക്ക്. ടോ ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഞാൻ R ആയിട്ട് എടുക്കണേ. അപ്പൊ ടോ ഈക്വൽ ടു F ഇൻറ്റു R. ടോ ഈക്വൽ ടു F ഇൻറ്റു R. ഫോഴ്സ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, ഡിസ്റ്റൻസും. അപ്പൊ പിന്നെ നമുക്ക് എന്തായിട്ട് എടുക്കാം? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്നാ പറഞ്ഞേക്കുന്നത്. ടോ ഈക്വൽ ടു F ക്രോസ് R. ക്രോസ് പ്രോഡക്റ്റ് ആവുമ്പോൾ ഇത് എങ്ങനെ വരും? ടോ ഈക്വൽ ടു FR. ഡോട്ട് പ്രൊഡക്റ്റും ക്രോസ് പ്രൊഡക്റ്റും മറന്ന FR സൈൻ തീറ്റ. ഓക്കെ, ഇനി സൈൻ തീറ്റയുടെ വാല്യൂ എത്രയാവുമ്പോഴാണ് മാക്സിമം ആകുന്നത്? എത്രയാവുമ്പോഴാ? ഞാൻ പറഞ്ഞു തന്നല്ലോ, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ. പെർപെൻഡിക്കുലർ മീൻ ചെയ്യുന്നത് എന്താ? 90. ടോ ഈക്വൽ ടു FR. അല്ല, മനസ്സിലാവാൻ വേണ്ടി എഴുതി തന്നതാ, ക്രോസ് മാറ്റി എഴുതി തന്നതാ. ഓക്കെ, എഴുതിക്കോ കേട്ടാ. ടോർക്ക് ഇസ് ദ ടേണിംഗ് എഫക്റ്റ് ഓഫ് ഫോഴ്സ്. ഇവിടെ എഴുതിക്കോ. ടോർക്ക് ഇസ് ദ ടേണിംഗ് എഫക്റ്റ് ഓഫ് ഫോഴ്സ് about the axis of rotation. About the axis of rotation. About the axis of rotation. Second point, about the axis of rotation. Axis of rotation. അടുത്തത് torque is measured as the product of torque is measured as the product of force and torque is measured as the product of force and perpendicular distance of line of action, perpendicular distance of line of action from the axis of rotation. From the axis of rotation. From the axis of rotation. യൂണിറ്റ് എന്തായിരിക്കും വരുന്നത്? യൂണിറ്റ് എഴുതിക്കേ. ന്യൂട്ടൺ മീറ്റർ. ഫോഴ്സിന്റെ ന്യൂട്ടൺ, ഡിസ്റ്റൻസിന്റെ മീറ്റർ. ന്യൂട്ടൺ മീറ്റർ. ഡയമെൻഷൻ എഴുതിക്കേ. ടോർക്കിന്റെ ഡയമെൻഷൻ എഴുതിക്കേ. ഡയമെൻഷൻ എഴുതിയാ? മാനസിന് കിട്ടിയ ഡയമെൻഷൻ എഴുതാൻ മനസ്സിലായോ? എങ്ങനെ ഡയമെൻഷൻ എഴുതണ്ടെന്ന്? ml² t⁻² ബൈ ഹാർട്ട് പഠിച്ചു വെച്ചേക്കണോ? നീ ചെയ്യാൻ അറിയാലോ നിനക്ക്. ചെയ്യാൻ അറിയണോട്ടാ. ടോർക്ക് കിട്ടിയല്ല. ടോർക്ക് എന്താ പറയുന്നത്? എന്ത് മറന്നു പോയാലും ഇത് രണ്ടും മറക്കരുത്. ടോർക്ക് ഇസ് ദ ടേണിംഗ് എഫക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഇറ്റ് ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇത് നമ്മളിപ്പോ ബേസിക് പഠിക്കുന്നതിനുള്ള അടുത്ത വർഷം ഇത് വേണ്ടതാണ്. +2 ചോദിക്കുമ്പോ ഇതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. ടോർക്ക് എന്താന്ന് ഒരു ഓർമ്മ ഉണ്ടാവില്ല. ടോർക്ക് നിങ്ങൾ പറയോ? ടോർക്ക് എന്താന്ന് ചോദിച്ചാ പിന്നെ പറയും. ഓക്കെ, അടുത്തത് ആംഗുലർ മൊമെന്റം. വേഗം പോയിട്ടോ.
ഇപ്പൊ നോക്കിക്കേ, ടോർക്ക് നമ്മൾ പറഞ്ഞ മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്നല്ലേ. മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്തെന്നാ പറഞ്ഞു തന്നത്? ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റീനെ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അത് തന്നെയല്ലേ ടോർക്ക്. ഏതെങ്കിലും ഒരു ഫോഴ്സിനെ നമ്മൾ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ടോർക്ക് കിട്ടി. അതിനെ തന്നെ എന്തെന്ന് പറയാം? മൊമെന്റ് ഓഫ് ഫോഴ്സ്. അടുത്തത് ആംഗുലർ മൊമെന്റം. എഴുതിക്കോ, ആംഗുലർ മൊമെന്റം. ആംഗുലർ മൊമെന്റത്തിന്റെ റെപ്രസെന്റേഷൻ ആണ് എല്ല്. എഴുതിക്കോ. മറ്റേത് എന്തായിരുന്നു? ടോർക്ക് എന്താ പഠിച്ചേ? മൊമെന്റ് ഓഫ് ഫോഴ്സ്. ആംഗുലർ മൊമെന്റം എന്താ? മൊമെന്റ് ഓഫ് മൊമെന്റം. മൊമെന്റം എന്താ? മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്താ? പി ഈക്വൽ ടു ആംഗുലർ മൊമെന്റം ഇസ് ദ മൊമെന്റ് ഓഫ് മൊമെന്റം. എഴുതിക്കോട്ടെ, സെന്റൻസ് ആയിട്ട് തന്നെ എഴുതിക്കോ. ആംഗുലർ മൊമെന്റം ഇസ് ദ മൊമെന്റ് ഓഫ് മൊമെന്റം. ആംഗുലർ മൊമെന്റം ഇസ് ദ മൊമെന്റ് ഓഫ് മൊമെന്റം of the particle about a point. എഴുതിയാ? ഓക്കെ. ആംഗുലർ മൊമെന്റം എൽ ഇസ് ഈക്വൽ ടു മൊമെന്റ് ഓഫ് മൊമെന്റോ എന്നാ പറഞ്ഞേക്കുന്നത്. മൊമെന്റ് ഓഫ് മൊമെന്റം. മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്താ? ടി. മൊമെന്റത്തിന്റെ റെപ്രസെന്റേഷൻ എന്താ? ടി. മൊമെന്റ് ഓഫ് മൊമെന്റോ എന്ന് പറയുമ്പോൾ മറ്റേത് നമ്മൾ മീൻ ചെയ്ത പോലെ തന്നെ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പൊ എങ്ങനെ എഴുതാം? ആർ ക്രോസ് പി. എൽ ഇസ് ഈക്വൽ ടു ആർ പി സൈൻ തീറ്റ. മൊമെന്റ് ഓഫ് മൊമെന്റം എഴുതിക്കോ. സൈൻ തീറ്റ ക്രോസ് പ്രോഡക്റ്റ് അല്ലേ? അതെഴുതി കാണിച്ചതേ ഉള്ളൂ. ഓക്കെ, ഒരു ടോപ്പിക് കൂടെ എടുത്തേക്കാവേ. ലാസ്റ്റ് ടോപ്പിക്ക് ഇവിടെ തന്നെ എഴുതിക്കോ. റിലേഷൻ ബിറ്റ്വീൻ ആംഗുലർ മൊമെന്റം ആൻഡ് ടോർക്ക്. അപ്പൊ ടോർക്കിന്റെ ഇക്വേഷൻ കിട്ടി. ടോർക്ക് എന്താ? ടോ ഈക്വൽ ടു ആർ ക്രോസ് എഫ്. ഇനി ഇതെന്താ? ആംഗുലർ മൊമെന്റം എന്താ? മറന്നു വരുന്നിട്ടാ. ടോ ഈക്വൽ ടു ആർ ക്രോസ് എഫ്. ആംഗുലർ മൊമെന്റം എൽ ഈക്വൽ ടു ആർ ക്രോസ് പി. മറ്റേത് മൊമെന്റ് ഓഫ് ഫോഴ്സ്, ഇത് മൊമെന്റ് ഓഫ് മൊമെന്റം. മറന്നു വരുതേ. ടോർക്കും ആംഗുലർ മൊമെന്റം. ആംഗുലർ മൊമെന്റം എൽ. ഓക്കെ. ഇനി അടുത്തത് റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെന്റം. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. 2 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്. അതിൽ മേലെയും ചോദിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. 2 മാർക്കിന് എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെന്റം. നോക്കിക്കോ. ഫസ്റ്റ് സ്റ്റെപ്പ്, ആംഗുലർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ നമ്മൾ എന്താ പഠിച്ചത്? എൽ ഈക്വൽ ടു
L equal to R cross T. ഇതാണ് നമ്മൾ ആംഗുലർ മൊമെന്റത്തിന് പഠിച്ചത്. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോകും. എഴുതിക്കേ, L equal to R cross P. എഴുതിക്കോ, ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്തു. L equal to R cross P. ഓക്കെ, ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡി എൽ ബൈ ഡി ടി ഡിഫറൻഷിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ചേഞ്ച് എടുക്കണേ. നേരത്തെ എടുക്കണ പോലെ ഡി ബൈ ഡി ടി ഓഫ് എൽ ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് ആർ ക്രോസ് പി. ഡി ബൈ ഡി ടി ഓഫ് ആർ ക്രോസ് പി. ഓക്കെ, ഡി ബൈ ഡി ടി ഓഫ് ആർ ക്രോസ് പി. ഫസ്റ്റ് സ്റ്റെപ്പ് കിട്ടിയാ? ശ്രദ്ധിച്ചേ, റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെന്റം. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ആംഗുലർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ എഴുതി വെച്ച് L ഈക്വൽ ടു ആർ ക്രോസ് പി. സെക്കൻഡ് സ്റ്റെപ്പ് ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് L ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആർ ക്രോസ് പി. ഇനി നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പഠിക്കണം. ഇത് ഡിഫറൻസിയേഷന്റെ ഒരു റൂളാണ്. ഇത് പഠിക്കാതെ ചെയ്യാൻ പറ്റില്ല. മൾട്ടിപ്ലിക്കേഷൻ, ഡിഫറൻസിയേഷനിൽ വരുന്ന മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇതൊരു റൂളാണ്. ഈ റൂള് പഠിച്ചാൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. മാത്സ് പഠിച്ചു കഴിയുമ്പോൾ ഈ 11th പഠിക്കുന്നത് ഇതൊക്കെ എല്ലാം ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നും. പക്ഷെ മാത്സ് പഠിക്കുന്നതിന് മുമ്പ് ഇത് ഭയങ്കര ഹാർഡായിട്ടായിരിക്കും തോന്നുന്നത്. അതുകൊണ്ട് ഈ റൂള് പഠിക്കാതെ നമുക്ക് നിവർത്തിയില്ല. ഡിഫറൻസിയേഷൻ, സാധാരണ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നമ്മൾ കുറേയൊക്കെ പഠിച്ചിട്ടില്ലേ? ഡിഫറൻഷ്യൽ ഓഫ് സൈൻ കോസ് ഒക്കെ നമ്മൾ ചെയ്തതല്ലേ? നമ്മൾ ചെയ്താണോ അതൊക്കെ? ചെറുതായിട്ടുള്ള ഡിഫറൻസിയേഷൻ പഠിച്ചതല്ലേ? ഇവിടെ ഇനി ഡിഫറൻസിയേഷനിൽ മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ്. മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ നമുക്കൊരു റൂള് പഠിക്കാനുണ്ട്. അതിപ്പോ ആർ ക്രോസ് പി അല്ല, ഏത് ക്വാണ്ടിറ്റീസ് ആയാലും ഡിഫറൻസിയേഷനിൽ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ നമ്മൾ ആ റൂള് പഠിക്കണം. റൂൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നോക്കിയേ, ഡി ബൈ ഡി ടി ഓഫ് ആർ ക്രോസ് പി. ഇപ്പൊ നോക്കിക്കോട്ടാ, ഫസ്റ്റ് ഫംഗ്ഷൻ ഇവിടെ വേറെ എഴുതരാമേ. ഡി ബൈ ഡി ടി ഓഫ് ആർ ക്രോസ് പി ആണെന്ന് വിചാരിക്കുക. ഫസ്റ്റ് എഴുതേണ്ടത് റൂൾ ഇങ്ങനെ തന്നെ പോവേ. ഫസ്റ്റ് ഫംഗ്ഷൻ into derivative of second function plus second function into derivative of first function. ഏത് ക്വാണ്ടിറ്റീസ് ആയാലും ഈ റൂള് തന്നെ നമ്മൾ പഠിച്ചിരിക്കണം, അല്ലാതെ നിവർത്തിയില്ല. ഓക്കെ, നോക്കിക്കേ, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഒന്ന് പറഞ്ഞു നോക്കിക്കേ, കിട്ടുമോ നോക്കിക്കേ. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ആദ്യം ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് ചുമ്മാ പറയാം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. റൂള് കിട്ടിയ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. റൂള് കിട്ടിയ എന്നാലേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളേ. നോക്കിക്കോട്ടാ, ഇത് സൈഡിൽ എഴുതി വെച്ചാൽ മതി. ഡി എൽ ബൈ ഡി ടി ഈക്വൽ ടു, ഇനി നോക്കിക്കേ, ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ചിട്ട് എഴുതാമേ. നോക്കിക്കോട്ടാ, മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്, ഡിഫറൻസിയേഷനിലെ മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ നോക്കിക്കേ, റൂൾ അപ്ലൈ ചെയ്യണം. ഇവിടുത്തെ ഫസ്റ്റ് ഫംഗ്ഷൻ, നമ്മുടെ റൂൾ എന്താ? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഇവിടുത്തെ ഫസ്റ്റ് ഫംഗ്ഷൻ ഏതാ? 6. അപ്പൊ 6 അങ്ങനെ തന്നെ എഴുതി. നോക്കിക്കേ, ടീച്ചർ ശ്രദ്ധിച്ച്, 6 അങ്ങനെ തന്നെ എഴുതി. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു, ഇനി അടുത്തത് ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ എങ്ങനെ എഴുതാം? ഡി ബൈ ഡി ടി ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഏതാ? ടി. അതങ്ങനെ തന്നെ എഴുതി. പ്ലസ് ഇനി നമ്മുടെ സെക്കൻഡ് ഫംഗ്ഷൻ ഏതാ? ടി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ആർ. ഇത്ര ഉള്ളു റൂള്. അതങ്ങ് അപ്ലൈ ചെയ്ത് എഴുതണമെന്ന് മാത്രമേ ഉള്ളേ. റൂള് പഠിക്കുക, ജസ്റ്റ് അപ്ലൈ ചെയ്യുക. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ, അത് അങ്ങനെ തന്നെ എഴുതി. ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. അപ്പൊ സെക്കൻഡ് ഫംഗ്ഷന്റെ കൂടെ നമ്മൾ എന്തിട്ട് കൊടുക്കുക? ഒരു ഡി ബൈ ഡി ടി ഇട്ട് കൊടുക്കുക. പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ എടുത്ത് എഴുതി ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷന്റെ കൂടെ ഒരു ഡി ബൈ ഡി ടി ചേർത്ത് കൊടുക്കുക. ഇതൊന്നും നോക്കിയേ, ഭയങ്കര സിമ്പിൾ അല്ലേ? റൂൾ സിമ്പിൾ അല്ലേ? പഠിക്കാനൊന്നുമില്ല. ഫസ്റ്റ് ഫംഗ്ഷൻ അങ്ങനെ തന്നെ എഴുതി, സെക്കൻഡ് ഫംഗ്ഷന്റെ കൂടെ ഒരു ഡി ബൈ ഡി ടി കൊടുത്ത്, പിന്നെ സെക്കൻഡ് ഫംഗ്ഷൻ അങ്ങനെ തന്നെ എഴുതി, ഫസ്റ്റ് ഫംഗ്ഷന്റെ കൂടെ ഒരു ഡി ബൈ ഡി ടി കൊടുത്തു. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഇനി ഡി എൽ ബൈ ഡി ടി ഈക്വൽ ടു ആർ ക്രോസ് ഡി പി ബൈ ഡി ടി. എന്താ ഒന്ന് ആലോചിച്ച് നോക്കണേ. ഡി പി ബൈ ഡി ടി സെക്കൻഡ് ലോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ന്യൂട്ടൺ സെക്കൻഡ് ലോ. ഡി പി ബൈ ഡി ടി എന്താ? ഫോഴ്സ് അല്ലേ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഫോഴ്സ് അല്ലേ പഠിച്ചേക്കുന്നത്? അപ്പൊ ആർ ക്രോസ് എഫ് പ്ലസ് പി ഇൻറ്റു ഡി ആർ ബൈ ഡി ടി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് ഓർ ഡിസ്പ്ലേസ്മെന്റ് എന്താ? വെലോസിറ്റി. അപ്പൊ വി കിട്ടി. ഇനി നോക്കിക്കേ, ആർ ക്രോസ് എഫ് പ്ലസ് പി എന്താ? പിയുടെ വാല്യൂ എന്താ? പി ഈക്വൽ ടു എം വി ഇൻറ്റു വി.
ഇനി നമ്മൾ ക്രോസ് പ്രോഡക്റ്റ് പഠിച്ചപ്പോ നമ്മൾ പഠിച്ചിട്ടുണ്ട് വി ക്രോസ് വി എന്തായിട്ട് പോകും? വി ക്രോസ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്കറിയാം ഇപ്പൊ സെയിം ക്വാണ്ടിറ്റീസ് ഇപ്പൊ എ ക്രോസ് എ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ എന്താ? 0 ആയി പോയില്ലേ? അതുപോലെ ഇപ്പൊ വിയും വിയും വന്നിട്ടുണ്ട്, അപ്പൊ വി ക്രോസ് വി എന്തായി പോയി? 0 ആയി പോയി. അപ്പൊ ഈ എമ്മും എന്തായി? 0 ആയി പോയി. ബാക്കിയുള്ള ടേം ഏതാ? ഇതല്ലേ. അപ്പൊ ഡി എൽ ബൈ ഡി ടി ഈക്വൽ ടു, ഇനി പറഞ്ഞ് ആർ ക്രോസ് എഫ് എന്താ? വി ക്രോസ് വി. അത് ക്രോസ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമ്മൾ ക്രോസ് പ്രോഡക്റ്റിൽ പഠിപ്പിച്ച് കാണിച്ചിട്ടില്ലേ? ക്രോസ് എടുക്കുമ്പോഴത്തേക്കും ഡോട്ട് എടുക്കുമ്പോൾ 1 ആയിട്ട് പോകും, ക്രോസ് എടുക്കുമ്പോൾ എന്തായി പോകും? 0 ആയിട്ട് പോകും. ഇനി നോക്കിക്കേ, അപ്പൊ നമുക്ക് ഡി എൽ ബൈ ഡി ടി എന്തായിട്ട് കിട്ടി? ആർ ക്രോസ് എഫ്. ആർ ക്രോസ് എഫ് എന്താ? ടോർക്ക്. അപ്പൊ നമുക്ക് റിലേഷൻ കിട്ടിയില്ലേ? ഡി എൽ ബൈ ഡി ടി ഈക്വൽ ടു ടോർക്ക്. കിട്ടിയാ? ഡി എൽ ബൈ ഡി ടി ഈക്വൽ ടു ടോർക്ക്. ഒന്നുകൂടെ ചെയ്ത് കാണിച്ചു തന്നെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഒന്നുകൂടെ ചെയ്ത് കാണിക്കുന്നെങ്കിൽ ഞാൻ ഒന്നുകൂടെ ചെയ്തു വരാം, അതനുസരിച്ച് കൂടെ എഴുതി പോയാൽ മതി. ഒന്നുകൂടെ ചെയ്യണം. കിട്ടിയാ? കിട്ടിയില്ലെങ്കിൽ ഒന്നുകൂടെ ചെയ്യാട്ടെ, ഇത് എക്സാമിന് ചോദിക്കും, ശ്രദ്ധിച്ച് പഠിക്കണേ. ഒന്നും ചെയ്തിട്ടില്ല, വേണമെങ്കിൽ ഒന്നുകൂടെ ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് നോക്കിയിരുന്നു, ഒന്നുകൂടെ ഞാൻ ചെയ്യാൻ പോണേ. ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഒന്നുകൂടെ ചെയ്യണമെന്ന് നോക്കിക്കോട്ടാ. കിട്ടാത്തവർ ഒന്നുകൂടി നോക്കി നോക്കി പോയിക്കോ. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞ് കിട്ടിയവര് ഇതിന്റെ ഒപ്പം ഒന്ന് കാണാതെ എഴുതാൻ പറ്റുമോ നോക്കട്ടാ. ചെയ്ത് കഴിയുമ്പോൾ ചെയ്യാൻ പറ്റുമോ നോക്കണേ. ഒന്നുകൂടെ നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെന്റം. ക്രിസിന് കിട്ടിയ ഫസ്റ്റ് സ്റ്റെപ്പ് ആംഗുലർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ എഴുതി, എൽ ഈക്വൽ ടു ആർ ക്രോസ് പി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഡിഫറൻഷിയേറ്റ് ചെയ്യാം. റേറ്റ് ഓഫ് ചേഞ്ച് എടുക്കുക. ഡി ബൈ ഡി ടി ഓഫ് എൽ ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് ആർ ക്രോസ് പി. ഓക്കെ, ഇവിടെ വെറുതെ ആറ് മാത്രമായിരുന്നെങ്കിൽ നമുക്ക് എന്തെടുത്താൽ മതിയായിരുന്നു? ഡി ബൈ ഡി ടി ഓഫ് ആർ എന്ന് പറയുന്നത് എന്താ? വെലോസിറ്റി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് വെലോസിറ്റി എടുത്താൽ മതി. പക്ഷെ ഇവിടെ ഒരു ക്രോസ് വിത്ത് ഒരു ടേമും കൂടി വന്നിട്ടുണ്ട്, പി എന്ന് പറയുന്ന ഒരു ടേമും കൂടി വന്നിട്ടുണ്ട്. അപ്പൊ നോക്കിക്കേ, മൾട്ടിപ്ലിക്കേഷൻ ആയി. ഡിഫറൻസിയേഷനിൽ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോ ഇതിപ്പോ ഈ കേസിൽ മാത്രമല്ല, ഇനി എന്ത് വന്നാലും ഇപ്പൊ ആറിനും പിക്കും പകരം വേറെ എന്തെങ്കിലും ടേം ആണെന്ന് വിചാരിക്കുക, ഇപ്പൊ സൈനോ കോസോ എന്ത് ടേം വന്നാലും അവിടെ മൾട്ടിപ്ലിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് റൂള് യൂസ് ചെയ്യുക? ഇത് തന്നെ ഈ റൂള് തന്നെ യൂസ് ചെയ്യും. ഇതിന്റെ പേര് പ്രോഡക്റ്റ് റൂൾ എന്നാ. പ്രോഡക്റ്റ് റൂൾ തന്നെ നമ്മൾ യൂസ് ചെയ്യണം. അപ്പൊ നോക്കിക്കേ, ഡി എൽ ബൈ ഡി ടി ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് ആർ ക്രോസ് പി. അപ്പൊ എന്ത് ചെയ്യാം? ഫസ്റ്റ് ഫംഗ്ഷൻ അങ്ങനെ തന്നെ എഴുതിയ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഡി പി ബൈ ഡി ടി പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഡി ആർ ബൈ ഡി ടി. Then dl by dt equal to r dp by dt rate of change of momentum എന്താ? ഫോഴ്സ് ആണ് പഠിച്ചത്, f പ്ലസ് p into dr by dt rate of change of displacement or distance velocity v. Then r cross f plus p യുടെ വാല്യൂ p, momentum mass into velocity mv cross v. v cross v ടേം എന്തായി പോയി? 0 ആയി പോയി. സെയിം ടേം ആയതുകൊണ്ട് 0 ആയി പോയി. അപ്പൊ v cross v equal to 0. അപ്പൊ m ന്റെ വാല്യൂയും 0 ആയി പോയി. ബാക്കിയുള്ളത് dl by dt equal to r cross f. r cross f എന്ന് പറഞ്ഞാൽ എന്താ? ടോർക്ക്. dl by dt equal to ടോർക്ക്. നമ്മുടെ റിലേഷൻ കിട്ടിയില്ലേ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത് എന്തായിട്ട് കിട്ടി? ടോർക്ക്. അതാണ് റിലേഷൻ. ഓക്കെ, ഞാൻ കഴിഞ്ഞെങ്കിൽ നിർത്തിക്കോ. അതൊന്ന് എഴുതി കാണിക്കാൻ പറ്റുമോ? ഇതൊന്ന് എഴുതി കാണിക്കാൻ പറ്റുമോ? പെട്ടെന്ന് വേഗം ഒന്ന് എഴുതി കാണിച്ചേ. പറ്റില്ല, എഴുതി കാണിക്കും. റിലേഷൻ മാത്രം ഒന്ന് ഡിറൈവ് ചെയ്ത് കാണിച്ചേ. എവിടെ വല്ലയിടത്തും വിട്ടുപോയി? ഞാൻ പറഞ്ഞു എന്ത് പറ്റി ഇങ്ങനെ മൂഡ് ഓഫ് ആണല്ലോ ഇന്ന്. എവിടെ കിട്ടിയാ? റൂള് കിട്ടിയാ? റൂൾ അറിയില്ലെങ്കിൽ ഒന്ന് എഴുതി വെച്ചോട്ടെ. ഇനി മാത്സിൽ ഫുള്ള് വേണ്ടത്. മാത്സ് അല്ലേ എടുത്തേക്കുന്നത്? ഓപ്ഷനിൽ മാത്സ് അല്ലേ? പിന്നെ എന്തായാലും വേണ്ടതാ. വേഗം എഴുതാൻ പറ്റുമോ നോക്കി. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം, വേണം നോക്കിക്കോ. ഒരു സെക്കൻഡ് ഇതിന്റെ ലാസ്റ്റ് സെന്റൻസ് കൂടി പറഞ്ഞോട്ടെ. ഇനി നോക്കി, അപ്പൊ നമുക്ക് ഈ റിലേഷൻ എഴുതിയപ്പോ എന്ത് കിട്ടി? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം ഈക്വൽ ടു ടോർക്ക് ആണെന്ന് കിട്ടി. ഇനി എക്സ്റ്റേണൽ ടോർക്ക് അപ്ലൈ ചെയ്യുന്നതിന് ടോർക്കിന്റെ വാല്യൂ 0 ആണെന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സ്റ്റേണൽ ടോർക്ക് ആക്ടിങ് ഓൺ ദ ബോഡി ഈസ് 0, ടോർക്കിന്റെ വാല്യൂ 0 ആണെന്ന് വിചാരിക്കും. അപ്പൊ ഡി എൽ ബൈ ഡി ടി എങ്ങനെ വരും? ഡി എൽ ബൈ ഡി ടി ഈക്വൽ ടു 0. അപ്പൊ ഒരു കോൺസ്റ്റന്റിന്റെ വാല്യൂ അല്ലേ 0 ആകുള്ളൂ. അപ്പൊ ഞാൻ നേരത്തെ എന്താ പറഞ്ഞ? അപ്പൊ എൽ എന്തായിരിക്കും ഇവിടെ? എൽ ഇസ് എ കോൺസ്റ്റന്റ്. അപ്പൊ ആംഗുലർ മൊമെന്റ് അവിടെ എന്തായിട്ട് മാറി? കോൺസ്റ്റന്റ്. അപ്പൊ ഇത്രയും എഴുതിക്കോ. ഇഫ് എക്സ്റ്റേണൽ ടോർക്ക് ഇസ് ഈക്വൽ ടു 0, ടോർക്കിന്റെ വാല്യൂ 0 ആവുമെങ്കിൽ എന്ത് പറ്റും? ഡി എൽ ബൈ ഡി ടി ഈക്വൽ ടു 0 ആകും. എൽ ഇസ് എ കോൺസ്റ്റന്റ്. അത് കഴിഞ്ഞിട്ടൊന്ന് എഴുതി കാണിച്ചോട്ടാ. ടോർക്കിന്റെ വാല്യൂ, ടോർക്ക് കൊടുത്തത് 0 ആയി. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വന്നു? ഡി എൽ ബൈ ഡി ടി ഈക്വൽ ടു എന്തായി? 0 ആയി പോയി. അപ്പൊ
ഡെറിവേറ്റീവ് ഓഫ് ഒരു കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് ആയിരിക്കും എപ്പോഴും 0. അപ്പൊ എൽ എന്താന്ന് മനസ്സിലായി, ഒരു കോൺസ്റ്റന്റ് ആണെന്ന് മനസ്സിലായി. എൽ ഇസ് എ കോൺസ്റ്റന്റ്. ആംഗുലർ മൊമെന്റോ എന്ന് പറയുന്നത് എന്തായി, കോൺസ്റ്റന്റ് ആയി. ഓക്കെ, വേഗം എഴുതിക്കോട്ടാ. ഇത്ര എഴുതി കാണിക്കണേ, കോൺസ്റ്റന്റ് വരെ എഴുതി കാണിക്കണേ. പ്രജീനൊക്കെ ക്ലിയർ ആയ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? കോൺസ്റ്റന്റ് ടോർക്കിന്റെ വാല്യൂ 0 ആയില്ലേ? അപ്പൊ ഡി എൽ ബൈ ഡി ടി എന്തായി, ഇവിടെ എഴുതി കാണിച്ചു തരാം. ഡി എൽ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ടോർക്ക്. ഇതാണ് നമുക്ക് കിട്ടിയ റിലേഷൻ. ഇനി നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ ടോർക്ക് അവിടെ വന്നില്ല. ടോർക്കിന്റെ വാല്യൂ 0 ആണ്. ടേണിംഗ് എഫക്ട് ഉണ്ടായില്ല. അപ്പൊ ഡി എൽ ബൈ ഡി ടിയുടെ വാല്യൂ എന്തായി? ഡി എൽ ബൈ ഡി ടി ഈക്വൽ ടു 0 അല്ലെ? ടോർക്കിന്റെ വാല്യൂ 0 ആയി. അപ്പൊ എൽ എന്തായി, കോൺസ്റ്റന്റ്. അത്രേ ഉള്ളൂ. പ്രജീനൊക്കെ കിട്ടിയാടാ? ഡൗട്ട് ഉണ്ടോ എവിടെയെങ്കിലും? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടാ. മനസ്സിലായ ഈ റിലേഷൻ? മനസ്സിലായ? താഴത്തെ കാണുന്നില്ലേ? കിട്ടിയാ? എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടെ. ഏതെങ്കിലും സ്റ്റെപ്പ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ആ കഴിഞ്ഞ കിട്ടിയാ? ബോർഡിൽ ഇവിടെ എഴുതിയിട്ടാണല്ലേ ഞാൻ എഴുതിപ്പിച്ചത്. നന്നായി. ഡിറ്റി കഴിഞ്ഞ പഠിച്ചിട്ട് തന്നെയാണല്ലോ എഴുതിയത്. എക്സ്റ്റേണൽ ടോർക്കാ. ടോർക്കിന്റെ കേസ് എഴുതണം കേട്ടോ അമലെ. നീ എഴുതാം. രണ്ടൊരു സെയിം ഒരാൾക്ക് കൊടുത്താൽ മതിയല്ലോ. നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണല്ലോടാ നിന്റെ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ പഠിച്ചിട്ട് വരേണ്ടത് തന്നേക്കാം. വന്നു കഴിഞ്ഞിട്ട് ഉടനെ എഴുതണേ. ഒരു 5:45 വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റൂല. അമ്മലും അർജുനും എത്ര മണിക്ക് വന്നോന്നാ? കറക്റ്റ് 5 മണിക്ക് വന്നോ കേട്ടോ.